പറയുന്ന മനുഷ്യൻ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിനകത്ത് മാറി മറിയുന്ന ഭാവപ്രകടനം കാണുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പാസ്റ്റർ പൗലോസിനെ കുറിച്ച് പറയാനാണോ പാസ്റ്റർ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നേ? ഇതിപ്പം ഇത്രയും വരേണ്ട ആവശ്യമില്ല, ഇത് ഞങ്ങൾക്ക് തന്നെങ്കിൽ ഞങ്ങളങ്ങ് പ്രസംഗിച്ചേനേമായിരുന്നല്ലോ. എനിക്കറിയാം എന്നെക്കാൾ നന്നായിട്ട് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ വെച്ചവതരിപ്പിക്കാൻ ത്രാണിയുള്ള വചനത്തെ ദൃഢനിശ്ചയമുള്ള ദൈവമക്കൾ ഈ യോഗത്തിനകത്തുണ്ട്. ഞാനത് വിസ്മരിക്കുന്നില്ല. പക്ഷെ ദൈവം എന്നോട് പറയാൻ പറഞ്ഞ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒരു പക്ഷേ പൗലോസ് ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഈ പുറത്ത് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, വചനം എന്തെന്ന് പോലും അറിയാത്ത, വേദപുസ്തകമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്തവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നു: ആർക്കും മെരിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ, ആർക്കും പണിയാൻ കഴിയാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യനെ പണിയുന്ന ഒരു ദൈവം ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറയുന്നു: ആർക്കും പണിയാൻ കഴിയാത്തവനെ പണിയുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആർക്കും മെരിക്കാൻ കഴിയാത്തവനെ മെരിക്കുന്നൊരു ദൈവമുണ്ട്. പാസ്റ്റർ നിങ്ങൾ എന്താ ഈ പറയുന്നത്? 9 മാസം ഉദരത്തിനകത്ത് കൊണ്ടു നടന്ന് വേദനയോടെ പേറി പ്രസവിച്ച എൻ്റെ തലമുറ, ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ്. ആ ഒരു ഭാഷയിൽ ഞാൻ കടമെടുത്ത് പറയാം: തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമ്പോൾ തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ് ലാളിച്ചും ഓമനിച്ചും കൊണ്ടു നടന്ന് വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ കൊച്ച് 10ാം ക്ലാസ് വരെ ഓക്കെ ആയിരുന്നു പാസ്റ്ററെ. പക്ഷെ +1 വേണ്ടി അവൻ ബാംഗ്ലൂരോ ചെന്നൈയിലോ പൂനെയിലോ ഈറോഡിലോ ഭൂമിയുടെ ഏതൊക്കെയോ പരപ്പിനകത്ത് പോയപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ നിയന്ത്രണത്തിൻ്റെ വലയം ഭേദിച്ചു. അവനിപ്പോൾ തന്നിഷ്ടപ്രകാരം യാത്ര ചെയ്യുക. അനുസരണക്കേടിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ ഭയങ്കരമായും വാഴുന്നുണ്ട് പാസ്റ്റർ. കോപം, ക്രോധം, ജാരശങ്ക, പക, പിണക്കം, ഇതൊക്കെ എൻ്റെ കൊച്ചിൻ്റെ അകത്ത് വാഴുന്നു. എൻ്റെ കുഞ്ഞിനെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമോ? ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, ആയിരക്കണക്കിന് ലഹരിക്കകത്ത് പെട്ടുപോയ തലമുറകളെ രൂപാന്തരപ്പെടുത്തിയ ഒരു സ്വർഗത്തിലെ ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ അകത്ത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പറയണോ, ഈ പ്രസംഗം തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവം ഈ ദേശത്തിനകത്ത് ചിലരെ രൂപാന്തരപ്പെടുത്തും. എൻ്റെ ദൈവം പണിയുടെ ദൈവമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അല്ല, ഇന്ന് രാത്രിയിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, എന്നെക്കാൾ ശക്തമായി പ്രയോജനപ്പെടുന്ന അഭിഷക്തന്മാരുടെ വലിയൊരു നീണ്ട നിര ഇന്ന് രാത്രിയിലെ യോഗത്തിനകത്തുണ്ട്. ഈ രാത്രിയിൽ എൻ്റെ പ്രസംഗത്തിനൊരു 10 മിനിറ്റ് ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇവർക്ക് സാക്ഷ്യം പറയാൻ ഒരു 15 മിനിറ്റ് ഈ അഭിഷക്തന്മാർക്ക് സമയം കൊടുത്താൽ എന്നെക്കാൾ ഈടുറ്റ സാക്ഷ്യം പറയാൻ കഴിയുന്ന ത്രാണിയുള്ള ദൈവദാസന്മാർ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്. അവരെ എല്ലാം ദൈവം രൂപാന്തരപ്പെടുത്തിയതാണ്. എങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ കൊച്ചനുഭവത്തെ നിന്ന് ഞാൻ അടർത്തിയെടുത്ത് പറയാം. പാറിപ്പോകുന്ന ചെങ്കൊടിയൊക്കെ കരത്തിനകത്തേന്തി ഇംഗിലാ സിന്താവ വിളിച്ച് നടന്ന ഒരാളാണ് എൻ്റെ അപ്പൻ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ പിൻബലം തനിക്കുണ്ട്, പോക്കറ്റിൽ പണമുണ്ട്, തനിക്കാരെയും ഭയമില്ല. സ്തോത്രം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രിയരെ, കൊട്ടാരക്കരൊരു ബാറുണ്ട്. ആ ബാറിന്റെ പേര് ആകാശ് എന്നാണ്. ആകാശ് ബാർ അടയ്ക്കുന്നതാണ് എൻ്റെ അപ്പൻ്റെ സമയം. അങ്ങാനും ബാറ് തുറന്നില്ലെങ്കിൽ വീട്ടിൽ വാറ്റും എൻ്റെ അപ്പൻ. അത്രയും മാന്യന്മാരൊന്നും ഈ ദേശത്തിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാറ് തുറന്നില്ലെങ്കിൽ വീട്ടിൽ വാറ്റുന്ന എൻ്റെ അപ്പൻ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഓടനാവട്ടത്തെ ആരാധനാലയങ്ങളുടെ ഫ്രണ്ടിൽ ചെന്ന് എൻ്റെ അപ്പൻ ഉറക്കെ ചോദിക്കുമായിരുന്നു: നിന്റെ ദൈവത്തിന് എന്നാടാ ചെവി കേൾക്കാൻ പാടില്ലേ? നിന്റെ ദൈവത്തിന് എന്നാ പൊട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ശബ്ദമുയർത്തി ആരാധിക്കുന്നേ? ശബ്ദം താഴ്ത്തി ആരാധിക്കടാ എന്ന് പറഞ്ഞ് പെന്തക്കോസുകാരെ നോക്കി കളിയാക്കുന്ന എൻ്റെ അപ്പൻ. അല്ല, നാട്ടുകാർക്ക് പൊതുവെ നമ്മളെക്കുറിച്ചൊരു പരാതിയും അങ്ങനെയാണ്, നമുക്ക് ഇച്ചിരി ശബ്ദം കൂടുതലുണ്ടെന്നാണ്. സ്തോത്രം. അങ്ങാണ്ട് ഒരമ്മച്ചി പണ്ട് മിക്സി എടുത്ത് ചോദിച്ചപ്പോൾ ഒരമ്മച്ചി ഇങ്ങനെ തൊഴുകയോടെ മിക്സി എടുത്ത് ചോദിച്ചെന്ന്, ശബ്ദം ഉണ്ടാക്കാതെ മാവ് നരച്ചു തരാമോ എന്ന്. അപ്പോൾ മിക്സി ഇങ്ങനെ തിരിച്ച് തൊഴുകയോടെ പറഞ്ഞെന്ന്, നല്ലോണം അരഞ്ഞു കിട്ടണമെങ്കിൽ ഇച്ചിരി ശബ്ദമൊക്കെ ഉണ്ടാക്കുമെന്ന്. സ്തോത്രം. അച്ഛാ, ഇത് ഉണ്ടാകുന്നതല്ല, സത്യത്തിൽ അങ്ങ് ഉണ്ടായി പോകുന്നതാ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഏതോ രാജ്യത്തിനകത്ത് ഫുട്ബോൾ കളി നടന്നപ്പോൾ ഓടനാവട്ടത്തെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ ദേശത്തിനകത്തിരുന്നൊരു കൊച്ചു ചെറുക്കൻ 42 ഇഞ്ച് വലിപ്പമുള്ള ആ TV-ക്കകത്തൂടെ ഗോൾ അടിക്കുന്ന സമയത്തിയപ്പോൾ ഇവൻ ചാടി എഴുന്നേറ്റ് കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിലിരിക്കുന്ന അവൻ്റെ മിച്ചറും തട്ടിത്തെറിപ്പിച്ച് അവൻ കാലൊക്കെ എടുത്ത് വീശി അടിക്കാൻ തുടങ്ങി. ചെറുക്ക, ഫുട്ബോളുകൾ നടക്കുന്ന രാജ്യങ്ങൾക്കപ്പുറമാ. ഓടനാവട്ടത്ത് നീ എന്തിനായിരുന്നു കാലെടുത്ത് വീശിയെന്ന് ചോദിച്ചാൽ അവൻ പറയും അവൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണെന്ന്. അങ്ങനാണെങ്കിൽ ചങ്കിലെ ചോര തന്ന് നമ്മളെ വീണ്ടെടുത്ത യേശുവിനെ ആരാധിക്കുമ്പോൾ ഇച്ചിരി ശബ്ദം ഉണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്ന എൻ്റെ വിശ്വാസം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. എൻ്റെ അപ്പൻ ഉറക്കെ ചോദിക്കുമായിരുന്നു: നിന്റെ ദൈവത്തിന് എന്നാ ചെവി കേൾക്കാൻ പാടില്ലേ? ക്രിസ്ത്യാനികളുടെ ദൈവം എന്നാ പൊട്ടാണോ? അവരുടെ ദൈവത്തിന്
ചെവി കേൾക്കാൻ പാടില്ലേ? എന്തിനാണ് ഇങ്ങനെ ശബ്ദമുയർത്തി ആരാധിക്കുന്നത് എന്ന് കളിയാക്കുന്ന എൻ്റെ അപ്പൻ. ആമേൻ. ഓടനാവട്ടത്തൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബിന്റെ പേര് വികാസ് എന്നാണ്. വികാസ് ക്ലബിനകത്ത് ചീട്ട് കളിക്കാൻ കോറം തികയാതെ പോയിരിക്കുന്ന എൻ്റെ അപ്പൻ. കോറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഇവർക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ആൾക്കാർ തികഞ്ഞില്ല. അപ്പൊ കളിക്കുന്നവർ കളിക്കാതെ തിരിച്ചു പോയപ്പോൾ ഞായറാഴ്ച ദിവസം എൻ്റെ അപ്പൻ ഒറ്റപ്പെട്ടു. ഇനിയിപ്പോ സമയം കളയാൻ എന്നാ പരിപാടി? അപ്പോഴാണ് ഈ വികാസ് ക്ലബിനോട് ചേർന്ന് ഒരു കടമുറിയുണ്ട്. അത് ഓടനാവട്ടം ഷാരോൺ ദൈവസഭയുടെ തുടക്ക കാലഘട്ടമാണ്. ഇന്ന് സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാകട്ടോ, പക്ഷെ അതിന്റെ തുടക്ക കാലഘട്ടം. എന്നാൽ പിന്നെ അവിടെ പോയിരിക്കാം, അവരെ അങ്ങ് ഡിസ്റ്റർബ് ആക്കാന്ന് പറഞ്ഞ് അതിന്റെ ഏറ്റവും പുറകുവശത്ത് പോയിരിക്കുമ്പോൾ അന്ന് അവിടെ പ്രസംഗിക്കുന്ന ഒരു സാറാണ്. ആ സാറ് പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ്. ഈ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ അപ്പൻ്റെ മനസ്സിനകത്തൊരു ചിന്ത, ക്രൂശിതനായൊരു ദൈവമോ? അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? അതങ്ങനെയാണെങ്കിൽ അതല്ലേ സ്നേഹസ്വരൂപനായ ദൈവം? ഇതുവരെയും താൻ ആരാധിച്ചു കൊണ്ടിരുന്ന പല ദൈവങ്ങളും പല അവതാരങ്ങളും പലതിനെ സംഹരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാ, കൊന്നു തീർക്കാൻ ഇറങ്ങി വന്ന അവതാരങ്ങൾക്ക് നടുവിൽ ഒന്നിനെയും കൊന്നു തീർക്കാനല്ല, പകരം അതാ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി വന്നൊരു ജീവനുള്ള ദൈവം. അങ്ങനാണെങ്കിൽ അതല്ലേ സ്നേഹസ്വരൂപനായ ദൈവം? ആ ദൈവത്തെ അല്ലേ ആരാധിക്കേണ്ടത്? മനസ്സിനകത്ത് ചിന്ത വന്ന എൻ്റെ അപ്പൻ ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങി. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച എങ്ങനെയെങ്കിലും എത്തണം. ഈ സാറിന്റെ അടുക്കൽ വീണ്ടും ചെല്ലണം. തങ്ങളുടെ ചോദ്യത്തിന് മറുപടി ഒന്ന് മേടിച്ചെടുക്കണം. അങ്ങനെ ഞായറാഴ്ച മനഃപൂർവ്വം ആരാധന ഹാളിലേക്ക് എൻ്റെ അപ്പം കയറി ചെല്ലുമ്പോൾ അവരെല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പം ചോദിച്ചു, അതെന്താ സാറേ ഇന്ന് ആരാധനയില്ലേ? സാറ് ചോദിച്ചു, ആരിത്? അർജുനൻകുട്ടിയോ? സന്തോഷം, ഈ ആഴ്ചയും വന്നോ? ഈ ആരാധനയുണ്ട് അർജുനൻകുട്ടി. അതിനേക്കാൾ മുമ്പ് നമുക്കൊരു ശുശ്രൂഷയുണ്ട്. അപ്പം ചോദിച്ചു, എന്നാ അത്? സ്നാന ശുശ്രൂഷ. ആമേൻ. അപ്പം കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. എൻ്റെ അപ്പൻ ചോദിച്ചു, ഞാനും കൂടെ വന്നോട്ടെ? ആമേൻ. സാറ് പറഞ്ഞു, പിന്നെന്താ, ആർക്കും വരാം. കൊട്ടാരക്കര പുലമൺ തോട്. സാധാരണ പെന്തക്കോസുകാരായി ഞങ്ങളെക്കുറിച്ച് നാട്ടുകാർ പൊതുവേ പറയുന്നൊരു പരാതിയുണ്ട്. അവൻ കലക്കവെള്ളത്തിൽ മുങ്ങാൻ പോയവനാണ്. തലേന്ന് രാത്രി മഴയുടെ പെയ്ത്തിനകത്ത് കലക്കവെള്ളമായി കിടക്കുന്ന കൊട്ടാരക്കര പുലമൺ തോട്, അതിനകത്ത് സ്നാനം നടക്കുന്നത്. 4 കുഞ്ഞുങ്ങളെ സ്നാപകൻ ഇറക്കി നിർത്തി. എന്നിട്ട് സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ എന്തരാവും? സ്നാപകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എല്ലായിടത്തും ചോദിക്കും, ഇവിടെയും ചോദിക്കുന്ന എൻ്റെ വിശ്വാസം. ചോദ്യം ഇങ്ങനെയാ, ഈ കൂടിയിരിക്കുന്ന ജനസമൂഹത്തോടാണ് എൻ്റെ ചോദ്യം. ഈ യേശുവിനെ നിങ്ങൾക്ക് രക്ഷിതാവും കർത്താവുമായി വേണമെങ്കിൽ ജഡരക്തങ്ങളോടും മാംസരക്തങ്ങളോടും ആലോചന ചോദിക്കേണ്ട. ദേ വെള്ളം, സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? തൻ്റെ ഇടത്തോടെ നിങ്ങൾക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് ആമീൻ പറയും. അങ്ങനെ ആരും പോകാറില്ല. ഈ സാറും പറഞ്ഞു, ഈ കൂടിയിരിക്കുന്ന ജനസമൂഹത്തിൽ ആർക്കെങ്കിലും ഈ യേശുവിനെ വേണമെങ്കിൽ വെള്ളം വേണ്ടേ? സ്നാനമേൽക്കുന്നതിന് എന്താ വിരോധം? ഇറങ്ങി വരാം തൻ്റെ ഇടത്തോടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ അങ്ങ് ഇറങ്ങിച്ചെന്നു. സ്തോത്രം. സാറ് ചോദിച്ചു, അർജുനൻകുട്ടി കുളിക്കാൻ വന്നതാണോ? അല്ല, സ്നാനപ്പെടാൻ വന്നയാ. സ്തോത്രം. എൻ്റെ അർജുനൻകുട്ടി കഴിഞ്ഞ ആഴ്ച ചീട്ട് കളിക്കാൻ കോറം തികയാതെ ഇങ്ങോട്ട് വന്നിരുന്നതല്ലേ ഉള്ളോ? അതിനേക്കാൾ മുമ്പൊക്കെ വേണോ? അപ്പം പറഞ്ഞു, എൻ്റെ സാറേ കഴിഞ്ഞ ആഴ്ചയായിട്ട് മനസ്സിൻ്റെ സംശയമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മനസ്സിൻ്റെ സംശയമാണ്, എങ്ങനെയാ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്? ഇതാണ് ഇതിൻ്റെ പരിപാടിയല്ലേ? അങ്ങനാണെങ്കിൽ എനിക്ക് സ്നാനം വേണം. സ്തോത്രം. അവസാനം അരമണിക്കൂർ ആ വെള്ളത്തിൽ വെച്ചിട്ട് എൻ്റെ അപ്പനെ ക്ലാസ് എടുത്തിട്ടാ അവർ സ്നാനപ്പെടുത്തുന്നത്. ഇന്നും എൻ്റെ അപ്പ സാക്ഷ്യം പറയുമ്പോൾ ഒരു പദം ഇറങ്ങി പറയാറുണ്ട്. ആമേൻ. അറിഞ്ഞോ അറിയാതെയോ ആ വെള്ളത്തിനകത്ത് മുങ്ങിപ്പൊങ്ങിയപ്പോ പഴയ അർച്ചനൻകുട്ടി അങ്ങ് മരിച്ചു പോയടാ. ഉയർത്തെഴുന്നേറ്റ് വന്നതൊരു പുതിയ അർച്ചനൻകുട്ടിയാ. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആർക്കും പണിയാൻ കഴിയാത്തവനെ പണിയുന്നൊരു ദൈവമുണ്ട്. ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവനെ രൂപാന്തരപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. മനുഷ്യൻ എഴുതി തള്ളിയതിനെ, ജഡരക്തങ്ങൾ എഴുതി തള്ളിയതിനെ നൊന്ത് പ്രസവിച്ച മാതാവ് പോലും തലയ്ക്കകത്ത് കരം വെച്ചിട്ട് നീ എൻ്റെ ഉദരത്തിനകത്ത് വന്ന് ജനിച്ചല്ലോടാ എന്ന് പറഞ്ഞ് ശാപവാക്കുകൾ പറഞ്ഞ് എഴുതി തള്ളിയതിനെ പണിയാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്നാൽ അതിനെ തടുക്കാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഈ പണിയപ്പെട്ട മനുഷ്യനാണ് പൗലോസ് എന്ന് പറയുന്നത്. ഈ മനുഷ്യനാണ് പറയുന്നത് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്താ രക്ഷപ്പെടാനുള്ള വഴി? ആ രക്ഷപ്പെട്ട പൗലോസ് പറയുന്നു, നീയും നിന്റെ കുടുംബവും കർത്താവായ യേശുവിനെ വിശ്വസിച്ചാൽ മതി, നിന്റെ കുടുംബം എന്ത് ചെയ്യും? രക്ഷപ്പെടും. ഇനി ഞാൻ വായിച്ച ആ ചോദ്യത്തിന്റെ ഏറ്റവും ഗൗരവമുള്ള ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരിക. ഈ പറയുന്നതെല്ലാം ഈടുറ്റ ചിന്തകളാണ് കേട്ടോ. ഒരു അമ്മൂമ്മ കഥയോ ഒരു കെട്ടുകഥയോ ഒന്നും പറഞ്ഞ് സമയം കളയാൻ ഞാൻ നിൽക്കത്തില്ല. വചനത്തെ തന്നെ ഇന്ന് രാത്രി സംസാരിച്ച് അവസാനം നമ്മൾ രോഗികൾക്കൊക്കെ വേണ്ടി വിശേഷാൽ പ്രാർത്ഥിച്ചായിരിക്കും ഈ സെക്ഷൻ നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നാം വായിച്ചിരിക്കുന്ന 16-ാമത്തെ അധ്യായം ഒരു പ്രാവശ്യം കൂടെ എടുത്താട്ടെ. അതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ കുറിച്ചു വെക്കണം. ഒന്നാമത്തെ ചോദ്യം, അവൻ വെളിച്ചം ചോദിച്ചു. 29-ാമത്തെ വാക്യം കണ്ടോ? അവൻ വെളിച്ചം ചോദിച്ചു. ആമേൻ. ഒന്നാമത് അവൻ ചോദിച്ചത് വെളിച്ചമാണ്. എന്നാൽ 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ രക്ഷപ്രാപിപ്പാൻ എന്തു വേണം എന്നാണ് ചോദിക്കുന്നത്. കാരാഗ്രഹ പ്രമാണിയുടെ വായിൽ നിന്നും 2 ചോദ്യങ്ങൾ വന്നു. ഒന്ന്, അവൻ വെളിച്ചം ചോദിച്ചു. 29-ാമത്തെ വാക്യം എല്ലാവരും കൂടെ ചേർന്നൊന്ന് വായിച്ചേ, ഒരുമിച്ച് വായിച്ചേ.
വെളിച്ചം ചോദിച്ച് അകത്ത് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെ മുമ്പിൽ വീണു, അവരെ പുറത്തു കൊണ്ടുവന്നു. 30-ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിക്കാമോ? യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണം? 2 ചോദ്യങ്ങളാണ് കാരാഗ്രഹ പ്രമാണി ചോദിച്ചത്. ഈ ദേശത്തിന്റെ നടുവിലും എന്തോ കർത്താവ് എന്നോട് പറയണു, ഈ ദേശത്തിന്റെ നടുവിലും ഈ 2 ചോദ്യങ്ങൾക്കൊരു മറുപടി വന്നാൽ നമ്മുടെ ദേശത്തിനകത്തൊരു അത്ഭുതം സംഭവിക്കും. അച്ഛാ, വാക്കുകൾക്ക് ശക്തിയില്ല, പക്ഷെ വചനത്തിനൊരു ഭയങ്കര ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചൊല്ലുന്നു. 1, ആമേൻ, വെളിച്ചം ചോദിക്കുന്നു. 2, രക്ഷ പ്രാപിപ്പാൻ എന്തു വേണം എന്ന് ചോദിക്കുക. ആവർത്തിക്കുന്നു, വെളിച്ചം ഒരു മനുഷ്യന് ആവശ്യമാണ്, രക്ഷപ്പെടാനുള്ള ഒരു വഴി മനുഷ്യന് ആവശ്യമാണ്. വെളിച്ചത്തിന് വേണ്ടിയിട്ടും രക്ഷപ്പെടാനുള്ള വഴിക്കും വേണ്ടി മനുഷ്യൻ ഇവിടെ പെടാപ്പാടുപെടുക. അവൻ തീർത്ഥാടനങ്ങൾ ചെയ്യുന്നു, അവൻ പല പ്രക്രിയകൾ അതിന്റെ പിറകിൽ അഹോരാത്രം അധ്വാനം ചെയ്യുമ്പോൾ വേദപുസ്തകം പറയുന്നു ഈ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടി സൗജന്യമാണ്. ഇരുട്ട് മാറണമെങ്കിൽ ഒരു വെളിച്ചം വീശി അടിക്കണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചൊല്ലുന്നു. അപ്പോ 1-ാമത്തെ അവന്റെ ചോദ്യം എന്ന് പറയുന്നത് അവൻ വെളിച്ചം ചോദിക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന പദങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം. വെളിച്ചം എന്നുള്ള ഈ വിഷയത്തിലേക്ക് എനിക്ക് വരണമെങ്കിൽ ഇരുട്ട് എന്ത് എന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും. വെളിച്ചത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് ഇരുട്ടെന്താണെന്ന് ഒരു സുവിശേഷത്തിന്റെ അന്തസത്തയെ മറച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം. എന്താണ് ഇരുട്ട്? ഇരുട്ടെന്ന് പറയുന്ന വിഷയത്തിന്റെ രൂക്ഷത മനസ്സിലായാലേ വെളിച്ചത്തിന്റെ പ്രാധാന്യത നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സൗഖ്യം ഇല്ലാത്തവന് മാത്രമേ രോഗശാന്തിയെക്കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. അസമാധാനത്തിൽ കിടക്കുന്നവന് മാത്രമേ സ്വസ്ഥതയുടെ ദൂത് പിടികിട്ടത്തുള്ളൂ. ആമേൻ. തലമുറയെക്കുറിച്ച് ആകുലതയുള്ള മമ്മിക്ക് മാത്രമേ തലമുറയുടെ വാക്തത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. സാമ്പത്തിക വിഷയത്തിൽ പെട്ടുപോയൊരു മനുഷ്യന് മാത്രമേ ആ സാമ്പത്തിക വിഷയത്തിനകത്തൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകത്തുള്ളൂ. സോ ഏത് വിഷയത്തിനകത്താണോ നമ്മൾ ഭാരപ്പെടുന്നത് ആ വിഷയ സംബന്ധിച്ചൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഉള്ള ദൈവശബ്ദം വെളിപ്പെട്ടു വരുമ്പോഴാണ് നമ്മുടെ യോഗത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുക. വിശ്വസിക്കുന്നവർ കരം ഒന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാമോ? 1, അവൻ വെളിച്ചം ചോദിച്ചു. ഈ വെളിച്ചത്തിന്റെ ആഴം മനസ്സിലാകണമെങ്കിൽ ഇവിടുത്തെ ഇരുട്ടിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വേദപുസ്തകത്തിൽ ഇരുട്ട് എന്ന് പറയുന്നത് 5 പ്രധാനപ്പെട്ട തലങ്ങളെ ആസ്പദമാക്കിയാണ്. 1-ാമത് ബൈബിൾ ഇരുട്ടെന്ന് പറയുന്നത് പാപത്തെ സൂചിപ്പിക്കുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ എടുക്ക പോലും വേണ്ട, എന്നെ നോക്കിക്കോ. അവിടെ ഇരുട്ടെന്ന് പറഞ്ഞാൽ പാപത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇരുട്ട് പാപത്തെ സൂചിപ്പിക്കുന്നതാണോ? അതെ. ഇരുട്ട് പിശാചിൻ്റെതാണ്, എന്നാൽ വെളിച്ചം ദൈവത്തിൻ്റെതാണ്. ആകയാൽ ഇരുട്ട് പാപത്തെ സൂചിപ്പിക്കുന്നതാണ്. മക്കളെ, 1, ഇവൻ വെളിച്ചം ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇവന് പാപത്തെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് ഇവൻ ചോദിക്കുന്നത്. ഇരുട്ട് പാപത്തെ കാണിക്കുകയാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ദേശത്തെ നോക്കി അകതാരിൽ ആത്മാവിൽ ഞാൻ പറയാം, ഈ ദേശത്തിന്റെ ഇരുട്ടൊന്ന് പൊട്ടിമാറയണം. ഈ ദേശത്തിന്റെ ഇരുട്ടൊന്ന് പൊട്ടിമാറണം എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിനകത്ത് കൊടികുത്തി വാഴുന്ന പാപത്തിന്റെ ആസക്തികളെ ഇന്ന് രാത്രി എന്റെ സ്വർഗത്തിലെ ദൈവം ഒന്ന് അറത്ത് ദൂരെ കളയണം. ദേശത്തിന്റെ 4 ദിക്കിന് നോക്കി അധികാരമുള്ള ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ പറയണോ, വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വ്യാപരിക്കുന്ന ചില പൈശാചിക ഇരുട്ടുകളെ ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് ഒരു വെളിച്ചത്തിന്റെ മഹത്വം അതിനകത്തേക്ക് വീശിയടിക്കാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അപ്പോ 1, ഇരുട്ട് അത് പാപത്തെ കാണിക്കുകയാണ്. ഇവിടെ നിർത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട 4 പാപങ്ങളെ കുറിച്ച് ഞാൻ പറയാം. 1-ാമത്തെ പാപം കേൾക്കണമേ. ബൈബിൾ പറയുന്ന 1-ാമത്തെ പാപം അത് ജന്മപാപമാണ്. 2-ാമത്തെ പാപം അത് കർമ്മപാപമാണ്. 3-ാമത്തെ പാപം അത് വെളിപ്പെട്ട് നിൽക്കുന്ന പാപമാണ്. 4-ാമത്തെ പാപം അത് മറഞ്ഞിരിക്കുന്ന പാപമാണ്. പ്രിയരെ, ബൈബിളിനകത്ത് 4 പാപങ്ങളെ കുറിച്ച് പറയുന്നു. 1-ാമത്തെ പാപം ആമേൻ ജന്മപാപം, 2-ാമത്തെ പാപം കർമ്മപാപം, 3-ാമത്തെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപം, 4-ാമത്തെ പാപം മറഞ്ഞിരിക്കുന്ന പാപം. എന്താണ് ജന്മപാപം? ശ്രദ്ധിച്ചു കേട്ടോ. ജന്മപാപം എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോൾ മുതൽ പേറി നടക്കുന്ന പാപത്തിന്റെ ആസക്തികളെയാണ് ജന്മപാപം എന്ന് വിളിക്കുന്നത്. അപ്പനപ്പൂപ്പന്മാരുടെ കാലഘട്ടം മുതൽ തുടരുന്ന ശാപം, അതിനെയാണ് ജന്മപാപം എന്ന് വിളിക്കുക. പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പരിണിത ഫലം ഇന്നും ഞാൻ അനുഭവിക്കുന്നു. അത് ജന്മപാപത്തിന്റെ കുരുക്കാണ്. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിനകത്തെ ഒരു കഥയിലേക്ക് വിഷയത്തെ കൊണ്ടുവരണം. ഇതൊരു കഥയാണ് കേട്ടോ, ഇത് പ്രവചനമല്ല, ഇതൊരു കഥയാണ്. കഥ ഇഷ്ടമുള്ളവർ മാത്രം ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ എത്ര പേര് ഹല്ലേലൂയ പറയും? സ്തോത്രം. 8-10 പേർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട, കഥ ഇഷ്ടമുള്ളവർ ശ്രദ്ധിക്കണം. കഥയുടെ ഡെപ്ത് കേൾക്കണം. മക്കളെ, ദാവീദിന്റെ അടുക്കൽ ഒരു പ്രവാചകൻ കഥ പറയാൻ വേണ്ടി വരിക. കഥയുടെ ആഴം കേൾക്കണം. ഒരു നാടേ, ആ നാട്ടിനകത്ത് 2 കുടുംബങ്ങളുണ്ട്. അപ്പൊ ദാവീദ് പറഞ്ഞു, ആ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അടുത്തത്, ആ കുടുംബത്തിന് നമുക്ക് ഓരോ പേര് വിളിക്കാം. രാജാവേ. രാജാവ് വെച്ച് എങ്ങനെ പേര് വിളിക്കാൻ പറ്റും? 1-ാമത്തെ കുടുംബം അത് ധനവാന്റെ കുടുംബം, മറ്റാന്റെ കുടുംബം ദാരിദ്ര്യത്തിൽ കിടക്കുന്ന കുടുംബം. ഈ ധനവാന്റെ കുടുംബത്തിനകത്ത് ആടുമാടുകളുടെ കൂട്ടമുണ്ട്. പക്ഷെ ദരിദ്രന്റെ വീട്ടിൽ ഒരൊറ്റ പെണ്ണാടേ ഉള്ളൂ. അപ്പൊ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ദാവീദ് ചോദിച്ചു, എന്നിട്ട് അങ്ങനെ ഇരുന്നപ്പോ ഈ ധനവാന്റെ വീട്ടിനകത്ത് ഒരു ഗസ്റ്റ് വന്നു കേട്ടോ.
പക്ഷെ ധനവാൻ എന്താ ചെയ്തത്? തൻ്റെ ആടുമാടുകളിൽ ഒന്നിനെപ്പോലും എടുക്കാതെ ദരിദ്രന്റെ വീട്ടിലോട്ട് ഇടിച്ചു കയറി. അവൻ ഒറ്റ പെണ്ണാടല്ലേ ഉള്ളോ, ആ പെണ്ണാടിനെ വലിച്ചിടച്ചു കൊണ്ടുവന്നു, പാകം ചെയ്തു, കട്ട് ചെയ്തു, മസാലക്കൂട്ടിട്ട് കൊടുത്തു. കഥ അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ പ്രവചനം കത്താൻ തുടങ്ങി. പെട്ടെന്ന് അകന്തളയ്ക്കുന്ന ദാവീദ് ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ആരാടാ അത്? അങ്ങനൊരുത്തൻ നമ്മുടെ നാട്ടിലുണ്ടോ? ഏതാടാ പാപി? അങ്ങോട്ട് ചോദിച്ചു നിന്നപ്പോ കഥ നിന്നു. കഥ നിന്നിട്ട് പ്രവചനം പറയാൻ തുടങ്ങി. ദാവീദേ, ആ പാപി നീ തന്നെയാണ്. പറഞ്ഞു നിർത്തുമ്പോ ദാവീദിന്റെ അകം കീറാൻ തുടങ്ങി. വസ്ത്രം ഉരിഞ്ഞു വെച്ച മനുഷ്യൻ പഴയ നിയമത്തിന്റെ പ്രവാചക പുസ്തകങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഈ പാപത്തിന് പരിഹാരമുണ്ടോ? ഇല്ലെന്ന് മനസ്സിലായപ്പോ മക്കളെ, ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ എഴുതി വെക്കുക, പാപത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഈ പാപത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ജന്മപാപം എന്ന് പറയുന്നത്. ജനിച്ചപ്പോൾ മുതൽ പേറി നടക്കുന്ന പാപത്തിന്റെ ആസക്തി. എന്നാൽ രണ്ടാമത്തെ പാപം കേൾക്കണമേ, അത് കർമ്മപാപമാണ്. എന്താ കർമ്മപാപം? അച്ഛാ, ദൈവഹിതമില്ലാത്തത് കാണുക, കേൾക്കുക, സംസാരിക്കുക, തൊടുക, രുചിക്കുക, സ്പർശിക്കുക, പോകുക, ഇതെല്ലാം കർമ്മപാപത്തിന്റെ ലിസ്റ്റിനകത്ത് പെടുകയാണ്. കർമ്മപാപം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നിങ്ങൾക്കൊരു നല്ല ഭാര്യയെ ദൈവം തന്നു, നിങ്ങൾക്കൊരു നല്ല ഭർത്താവിനെ ദൈവം തന്നു. അത് മറന്ന് ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകുന്ന കുടുംബജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കർമ്മപാപത്തിന്റെ ലിസ്റ്റിനകത്ത് പെടുന്നതാണ്. ഞാൻ ഈ പറയുന്ന വാക്കിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാത്തവരുടെ കാര്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. കാരണം എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകും. സ്തോത്രം. അല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞു നാളിതുവരെയും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല പാസ്റ്റർ എന്ന് പറയാൻ പറ്റുന്ന എത്ര ദൈവമക്കളുണ്ട്? അവരൊന്ന് കരം ഉയർത്തി കാണിക്കാമോ? കുടുംബജീവിതത്തിൽ ഇതുവരെയും പ്രശ്നം ഉണ്ടാക്കാത്തവരെ കരം ഉയർത്തി കാണും. ഒരു സൗന്ദര്യപ്പടക്കം പോലും ഉണ്ടാക്കാത്തവരെ കരം ഒന്ന് ഉയർത്തി കാണിച്ചാട്ടെ. ആരുമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക സ്റ്റേജിലോ ആരുമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും പ്രസംഗിക്കുന്ന പാസ്റ്ററോ? ഞാൻ ഒട്ടുമില്ല. സ്തോത്രം. അതെന്താ? കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകത്തില്ലേ? നിശ്ചയമായിട്ടും. അച്ഛാ, രണ്ട് കുടുംബത്തിൽ ജനിച്ചതാ. ആമേൻ. സ്തോത്രം. പ്രശ്നങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർത്താവിൻ്റെ ദാസൻ PG അങ്കിളാണ്. അതെ, കർത്താവിൻ്റെ ദാസൻ PG അങ്കിൾ ഒരു ഫാമിലി കോൺഫറൻസിനകത്ത് ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം ആരും എഴുന്നേക്കാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സകല പ്രതീക്ഷകളെയും തച്ചുടച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞടാ, നീ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ, നീ ഉറങ്ങിയിരുന്നതാണോ? ചോദ്യം കേട്ടോ. അവൻ ചോദ്യം കേട്ടു. പാസ്റ്റർ, എന്താ ചോദ്യം? കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാത്തവർ എഴുന്നേക്കാനല്ലേ പാസ്റ്റർ പറഞ്ഞേ? അതെ, എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ ഇതുവരെയും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇടാ സാന്നിധ്യം വ്യാപരിക്കുന്ന സ്ഥലമാ. കള്ളം പറഞ്ഞാൽ തമ്പുരാൻ നിന്നെ മടല് വെട്ടി അടിക്കും. സത്യം പറയടാ, നിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ? അവൻ പറഞ്ഞു, പാസ്റ്ററെ, വാഴുന്ന മുഴുവൻ സാന്നിധ്യത്തെ സാക്ഷി നിർത്തി ഞാൻ പറയാം, എൻ്റെ കുടുംബജീവിതത്തിൽ ഇതുവരെയും ഒരു അസ്വസ്ഥത പോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ആശങ്കയായി. അദ്ദേഹം പറഞ്ഞു, എടാ ഒരു സൗന്ദര്യപ്പടക്കമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ അവിടെ ഇരിക്കണേ. പുള്ളി പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, സിൻസിയറായി ഞാൻ പറയുന്നു, കല്യാണം കഴിഞ്ഞ് ഇതുവരെയും എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു സൗന്ദര്യപ്പണക്കം പോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് സംശയമായി. അദ്ദേഹം ചോദിച്ചു, എന്നായിരുന്നു നിന്റെ കല്യാണം? ഇന്നലെ രാവിലെ ആയിരുന്നു. സ്തോത്രം. പുള്ളി പറഞ്ഞു, നീ അവിടെ ഇരിക്കുക, നിനക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, വരാൻ പോകുന്നല്ലേ ഉള്ളൂ. സ്തോത്രം. എൻ്റെ മുന്നേ പ്രിയപ്പെട്ടവരെ, പ്രശ്നം ഉണ്ടാകത്തില്ലേ? പ്രശ്നം ഉണ്ടാകും. പിന്നെ അല്ല, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നാളിതുവരെയും ഒരു സൗന്ദര്യപ്പണക്കം പോലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ജീവിക്കുകയല്ല, നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് ഞാൻ പറയും. സ്തോത്രം. പ്രശ്നം ഉണ്ടാകും. പ്രത്യേകിച്ച് എൻ്റെ വൈഫ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ചെന്നൈ, തമിഴ്നാട്ടിലെ താൻ ജനിച്ചതും വളർന്നു. ഓക്കെ, തൻ്റെ കൾച്ചറല്ല എൻ്റെ അകത്ത് കിടക്കുന്ന കൾച്ചർ. സ്തോത്രം. എനിക്ക് ആരെങ്കിലും ഭക്ഷണം മേടിച്ചു തരാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ എനിക്ക് നാടൻ ഭക്ഷണത്തോടാണ് കുറേ കൂടി ഇഷ്ടം. പക്ഷെ എൻ്റെ വൈഫ് അങ്ങനല്ല. അവൾ പട്ടണത്തിൽ വളർന്ന, ചെന്നൈ പട്ടണത്തിൽ വളർന്നയാളാണ്. അതുകൊണ്ട് അവൾക്ക് ആ ഭക്ഷണ രീതികളോടാണ് കുറേ കൂടി ഇഷ്ടം എന്ന് പറയുന്നത്. സ്തോത്രം. അത് മാത്രമല്ല, എവിടെങ്കിലും പോകണമെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് റെഡിയാകുന്ന ഒരാളാണ്. 10 മിനിറ്റ് മതി എനിക്കെല്ലാം ഗെറ്റപ്പ് ആകാൻ. 10 മിനിറ്റ്സ്, ഓൺലി 10 മിനിറ്റ്സ് മതി. പക്ഷേ എൻ്റെ വൈഫ് അങ്ങനല്ല. അവൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം സെറ്റ് എല്ലാം ക്രമീകരിച്ച് വരുമ്പോൾ ഒരു 1.5 മണിക്കൂർ പോകും. ഞങ്ങൾ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, എൻ്റെ മാതൃഭാഷ മലയാളമാണ്, അവളുടെ മാതൃഭാഷ എന്ന് പറയുന്നത് തമിഴാണ്. പിന്നെ അവൾക്ക് പ്രസംഗിക്കാനും പാട്ട് പാടാനും സമയം കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് ഇംഗ്ലീഷിൽ പാടാനും ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനുമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത്. അവൾക്ക് ഫ്ലുവൻ്റ് ആയ ഭാഷ ഇംഗ്ലീഷാണ്. തമിഴിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷിൽ കൈകാര്യം ചെയ്യാൻ അവൾക്ക് ഇഷ്ടം. അതുമാത്രമല്ല, ഈ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ 3 വർഷം അവൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടുത്തെ രോഗികളുമായിട്ടൊക്കെ സംസാരിച്ച് ഇടപെട്ടും ഹിന്ദിയും ബംഗാളിയും പഠിച്ചു. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ വൈഫിന് 4 ഭാഷ അറിയാം. ഇനി അവളെ ഭർത്താവായി എനിക്ക് മലയാളം അന്യഭാഷയല്ലാതെ വേറൊന്നും അറിയൂല. സ്തോത്രം. എൻ്റെ മുന്നേ പ്രിയരെ, ഞങ്ങൾ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സോ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലേ? വിഷയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഇന്നും ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് എത്ര വൈകി എൻ്റെ വീട്ടിൽ ചെന്നാലും, അത് 12:30 ആകാം, 1 മണിയാകാം, 1:30 ആകാം, എത്ര വൈകി ചെന്നാലും ഞാൻ ചെന്നിട്ട് ഞാനൊന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ കരം കോർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രാത്രി പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഓക്കെ ആയിരിക്കും. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. കുടുംബത്തിൽ വഴക്കുണ്ടാക്കാത്തവരുടെ കാര്യമില്ല. എന്തോ കർത്താവിനോട് ഇങ്ങനെ പറയിപ്പിക്കാൻ പറയുകയാണ്. സ്തോത്രം. ആമേൻ. ദൈവഹിതം
ദൈവഹിതത്തെ മറന്ന്, നിങ്ങൾക്ക് തന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തെ മറന്ന് ദൈവഹിതമില്ലാത്ത ബന്ധത്തിലേക്ക് പോകുന്ന കുടുംബജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അല്ല, കല്യാണം കഴിഞ്ഞ് 5 വർഷം 8 വർഷം 10 വർഷം 15 വർഷം ഇപ്പോഴും പറയുന്നുണ്ട്, ആ പോലീസുകാരന്റെ കല്യാണാലോചന അന്ന് വന്നപ്പോ അതെങ്ങാനും കയറി പിടിച്ചാൽ മതി. 15 വർഷമായി, ആമൻ, മക്കളായി, കൊച്ചുമക്കളായി, ഇപ്പോഴും പറയുകയാണ്, ഷേ അന്ന് ആ നേഴ്സിന്റെ കല്യാണം വന്നതാ, ഇവളെ കെട്ടോ വേണ്ടായിരുന്നു, ആ നേഴ്സിനെ എങ്ങാനും കെട്ടിയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തിയേനെ. കണ്ടോ, അത് ആ ഹിതത്തെ മറന്നുള്ള സംസാരങ്ങളാണ്. എൻ്റെ പൊന്നുപ്രിയരെ, ഞാൻ പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിയില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമൊക്കെ ടാക്സി വിളിച്ച് വീട്ടിൽ പോയി. റിയലി സ്തോത്രം. നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, ആ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, ഉറപ്പാണ്. നിങ്ങൾ എവിടെ വേണേലും പഠിച്ചു നോക്കിക്കോ. നിങ്ങളുടെ ഹസ്ബൻഡിന് ഭയങ്കര സ്പീഡാണെങ്കിൽ നിങ്ങൾ സ്ലോ ആയിരിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നേരെ തിരിച്ചായിരിക്കും, ഭയങ്കര സൗമ്യനായിരിക്കും ആ വിഷയത്തിനകത്ത്. എല്ലാം ഭയങ്കര, ഇതൊരു ത്രാസിന്റെ 2 തുലാസകൾ പോലെയാണ്, മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു ബാലൻസിങ്ങിൽ പോകണമെങ്കിൽ അങ്ങനെ വന്നാലേ പറ്റത്തുള്ളൂ. നിങ്ങൾ സാമ്പത്തിക വിഷയത്തിനകത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിന് കിട്ടിയ ആള് ആ കാര്യത്തിൽ ഭയങ്കര വിവേചനത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കും. മെച്ചോറിറ്റിയിൽ കൂടുതലും ഇങ്ങനെയാണ്. കേട്ടിട്ടുണ്ട്, പണ്ടങ്ങാണ്ട് ഒരു പള്ളിയിലെ അച്ഛൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛോ എൻ്റെ കല്യാണത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, നമ്മുടെ പള്ളിയിൽ എത്ര പേരുണ്ട്, നമുക്ക് നോക്കാം, ആരെങ്കിലും ഒരാളെ നോക്കാം. എത്ര വയസ്സായി? പറഞ്ഞു 27 വയസ്സായി. നമ്മുടെ ചർച്ച്, നമ്മുടെ പള്ളിയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇല്ല അച്ഛാ, അങ്ങനെ എനിക്ക് ആരെങ്കിലും വേണ്ട. പിന്നെ എനിക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട്. എന്താ നിന്റെ സ്വപ്നം? അതെനിക്ക് മുടി ഇത്രയും വേണം, പിന്നെ കണ്ണ് ഐശ്വര്യറായെ പോലെ, അതിന് കോംപ്രമൈസ് ഇല്ല, കണ്ണ് ഐശ്വര്യറായെ പോലെ ഇരിക്കണം. പിന്നെ മൂക്കെന്ന് പറഞ്ഞാൽ അത് വേറെ റെലവായിരിക്കണം. പിന്നെ കവളെന്ന് പറഞ്ഞാൽ ഒത്തിരി വേണ്ട, എനിക്കിങ്ങനെ ഒട്ടിയ കവളിനോടാണ് ഇഷ്ടം. നിറം എനിക്ക് വൈറ്റ് തന്നെ, വെള്ള കളറുള്ള കൊച്ചിനെ തന്നെ വേണം. പിന്നെ ഹൈറ്റ് 5.9, 5.10 എനിക്ക് വേണ്ട, 5.9 തന്നെ വേണം. ഒത്തിരി ലിസ്റ്റുകൾ അവൻ എടുത്ത് നിരത്തിയപ്പോൾ അവസാനം ഈ അച്ഛൻ പറഞ്ഞ അത്രേ, ഇങ്ങനൊരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ കിട്ടിയേനെന്ന്. സ്തോത്രം. അങ്ങനെ പെണ്ണില്ല കേട്ടോ, സ്തോത്രം, അങ്ങനെ പെണ്ണില്ല. സഹോദരങ്ങളെ, ഇതൊരു ബാലൻസിങ് ആണ്, സ്തോത്രം. പക്ഷെ ഞാൻ ഈ പറയുന്ന അതൊന്നുമല്ല. ഈ ദൈവം തന്ന ബന്ധത്തെ മറന്ന് യാത്രകളിൽ ഏതെങ്കിലും ഒരാളെ കാണുമ്പോൾ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് നിങ്ങളുടെ കണ്ണുകളെ അലട്ടുന്നെങ്കിൽ അത് കർമ്മഭാവത്തിന്റെ ലിസ്റ്റിനകത്ത് വരുന്നതാ. സ്തോത്രം. ആ പാപത്തിന്റെ കുരുക്ക് ഇന്ന് രാത്രി നമുക്കൊന്ന് അടിക്കണം. കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറയാമോ? അപ്പൊ 1 ജന്മപാപം, 2 കർമ്മപാപം. ഇനി 3ഉം 4ഉം പാപങ്ങൾ ഞാൻ ചേർന്ന് പറയാം. അത് വെളിപ്പെട്ട് നിൽക്കുന്ന പാപം, 2 മറഞ്ഞിരിക്കുന്ന പാപം. വെളിപ്പെട്ട് നിൽക്കുന്ന പാപമുണ്ട്, മറഞ്ഞിരിക്കുന്ന പാപമുണ്ട്. മക്കളെ, ഈ സംഭവം ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഞാനൊരു സംഭവം, ഒരു പ്രത്യേക ഇൻസിഡന്റ് നിങ്ങളോട് പറയാം. നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചൊരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. മക്കളെ, നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, IPC 343 പറയുന്നു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു പറഞ്ഞു, ചുമ്മാതെ, IPC ഷാരോണും ഇൻഡിപെൻഡന്റ് ഏജിയൊക്കെ അവിടെ നിൽക്കട്ടെ, തൻ്റെ ഉണ്ടെങ്കിൽ പാവം ഇല്ലാത്തവൻ കല്ലെറിഞ്ഞേച്ചും പൊക്കോളെ. സ്തോത്രം. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ കല്ല് താഴെയിട്ടിട്ട് പോയച്ചാ. ഇവിടെ 2 പാവങ്ങൾ വെളിപ്പെട്ട് വന്നു. ഒന്നാമത്തെ പാവം ആ സ്ത്രീയുടെ പാവം. സ്ത്രീയുടെ പാവം വെളിപ്പെട്ട് നിൽക്കുന്നതാണോ മറഞ്ഞിരിക്കുന്നതാണോ? സ്ത്രീയുടെ പാവം വെളിപ്പെട്ട് നിൽക്കുന്നതാണോ മറഞ്ഞിരിക്കുന്നതാണോ? വെളിപ്പെട്ട് നിൽക്കുന്ന പാവം. അവളെ പാവം നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. സോഷ്യൽ മീഡിയ അവന് ഭയങ്കര തരംഗ വിഷയമാണ്. എന്നാൽ കല്ല് താഴെയിട്ട അച്ചായമാരുടെ പാവം വെളിപ്പെട്ട് നിൽക്കുന്നതാണോ മറഞ്ഞിരിക്കുന്നതാണോ? മറഞ്ഞിരിക്കുന്ന പാവം. സോദരൻ, ഇങ്ങനെ കല്ല് താഴെയിട്ടിട്ട് പോയപ്പോൾ കർത്താവ് ഇങ്ങനെ കൈയടിച്ച്, ജോർജ് പോലെ, എന്തോ അവിടെ ആരുമില്ല അമ്മച്ചി, ആരുമില്ല, ജോർജ് പോലെ, എന്തോ ഇങ്ങ് വായു, എന്തോ കല്ല് താഴെ ഇട്ടോ? ജോർജ് പറഞ്ഞു, എൻ്റെ കല്ല കർത്താവേ, ആ കിടക്കുന്ന എൻ്റെ കല്ല കർത്താവേ. കർത്താവ്, ഞാൻ ഇന്നലെ ഇച്ചിരി സിഗരറ്റ് വലിച്ചായിരുന്നു, അതുകൊണ്ടാണ് കല്ല് താഴെയിട്ടെ. യേശു ചോദിച്ചോ? ഇല്ല. സൂസി പോവല്ലേ, എന്തോ ഇങ്ങ് വായു, എന്തോ കല്ല് താഴെയിട്ടോ? ജോർജിന്റെ അപ്പുറത്ത് കിടക്കുന്ന എൻ്റെ കല്ല കർത്താവേ. ഇന്നലെ ഭർത്താവിനോട് ഭയങ്കര വഴക്കായിരുന്നു, അതുകൊണ്ടാണ് കല്ല് താഴെയിട്ടെ. യേശു ചോദിച്ചോ? ഇല്ല. അതിനർത്ഥം കല്ല് താഴെയിട്ടവർക്ക് പാപം ഇല്ലെന്നാണോ? ഉണ്ട്, പക്ഷെ ആ പാപം വെളിപ്പെട്ട് വന്നിട്ടില്ല. ഇന്ന് ഞാൻ ഈ പ്രസംഗം നടത്തുന്ന വേറെ കല്ല് താഴെയിട്ടവരുടെ പാപം ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അത് മറഞ്ഞിരിക്കുന്ന പാപമാണ്. സോ എൻ്റെ ഒരു കൊച്ചു ചോദ്യം, ഇനി നമ്മുടെ പാപം, നമ്മുടെ ഈ പ്രസംഗിക്കുന്ന എൻ്റെ കേൾക്കുന്ന ഈ അഭിഷക്തന്മാരുടെ വിയർത്തു കുളിച്ച് വർഷിപ്പ് നടത്തിയ ഈ എല്ലാവരുടെയും, നമ്മുടെ ഉൾപ്പെടെ, ഞാനേ ഉൾപ്പെടെ, ഈ വന്നിരിക്കുന്ന എല്ലാവരുടെയും നമ്മുടെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപമാണോ മറഞ്ഞിരിക്കുന്ന പാപമാണോ? അയ്യോ, അത് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും നിങ്ങൾ സ്വർഗത്ത് പോകും കേട്ടോ. സത്യം പറഞ്ഞല്ലോ, മറഞ്ഞിരിക്കുന്ന പാപം. ഇതൊന്നും വെളിപ്പെടാത്തതിൻ്റെ ഷോ ഓഫ് ഒക്കെ അല്ലേ സത്യത്തിൽ. ഈ സത്യം പറ, ഞാൻ എൻ്റെ ചർച്ചിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കൊച്ചു ചോദ്യം, ഈ ഇരിക്കുന്ന നമ്മളാണോ യഥാർത്ഥ നമ്മൾ? ആണെന്നോ അല്ലെന്നോ? അല്ല. ആന്റിമാരെ, ഈ സഹോദരിമാരെ, ഈ തലേ സ്ക്രാഫൊക്കെ ഇട്ട്, സ്തോത്രം പാസ്റ്ററെ, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന് മഹത്വം, ആമേൻ, ഈ പറയുന്ന നിങ്ങളാണോ യഥാർത്ഥ നിങ്ങൾ? അല്ല. അല്ലെന്ന് നമുക്കും അറിയാം, തമ്പുരാനും അറിയാം. പക്ഷെ ഇത് നാട്ടുകാർക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങളാരാ? നിങ്ങളെ അത് പാസ്റ്ററെ, ഈ 1.5 മണിക്കൂർ അതൊന്നും പിടികിട്ടുകയില്ല പാസ്റ്ററെ. പാസ്റ്റർ അടുത്തൊരു മാസം ഫ്രീ ആണോ? ഫ്രീ ആണല്ലോ.
ഞങ്ങളുടെ വീട്ടിൽ ഒരു മാസം വന്ന് നിൽക്കാമോ, ഒരു മാസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാമോ? ഞങ്ങൾ ആരാന്ന് കൃത്യമായിട്ട് പാസ്റ്റർക്ക് എന്ത് ചെയ്യും? അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്തിരിക്കുന്ന വേറൊരു പുള്ളി ഉണ്ട്. ആ പുള്ളിയാ പ്രശ്നക്കാരെ. എൻ്റെ മുന്നേ പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയ സംഗതിയല്ല. ഞാൻ എപ്പോഴും എൻ്റെ ഭാവനെ കാണുന്ന ഒരു സംഭവമാണ്. ഇവിടെ പ്രൊജക്ടർ ഇല്ല അല്ലേ? റൈറ്റ്. നാളെ വൈകിട്ട് കൺവെൻഷൻ ഉണ്ടല്ലേ? നാളെ വൈകിട്ട് ഇവിടെ ഒരു പ്രൊജക്ടർ വരും കേട്ടോ. ഉദാഹരണം, പ്രവചനമൊന്നുമല്ല, ആമീനൊന്നും പറഞ്ഞാളല്ലേ, സ്തോത്രം. ഉദാഹരണം, നാളെ വൈകിട്ട് ഇവിടെ ഒരു പ്രൊജക്ടർ വരും. പക്ഷേ അതിൻ്റെ സംവിധാനം ദൈവമായിരിക്കും വച്ചാൽ ഏറ്റെടുക്കാൻ പോകുന്നത്. സ്തോത്രം. സാധാരണ നമ്മുടെ പ്രൊജക്ടറിൻ്റെ സംവിധാനമൊക്കെ കുഞ്ഞുങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്, പാട്ടിൻ്റെ വരിയും പ്രസംഗത്തിൻ്റെ വരിയൊക്കെ ഇടാം. പക്ഷെ നാളെ ഇവിടെ വരുന്ന പ്രൊജക്ടറിൻ്റെ സംവിധാനം ദൈവമായിട്ട് എടുക്കാൻ പോകുന്നത്. സ്തോത്രം. അപ്പം നമ്മൾ ഒരുങ്ങി ഇറങ്ങി, മുഖത്തല്ല കടത്തി പൗഡറൊക്കെ ഇട്ട് ഒരു കുഞ്ഞാടിനെ പോലെ ഒരുങ്ങി ഇറങ്ങി ഈ ഹോളിലോട്ട് അങ്ങോട്ട് കയറി വരുമ്പോൾ വരുന്നവരുടെ പേരൊക്കെ ദൈവം ഇവിടുത്തെ വലിയ ഭിത്തിക്കകത്ത് ഈ ഭിത്തിയിൽ ഇങ്ങനെ വലുതായിട്ട് എഴുതി കാണിക്കും. വരുന്നവരുടെ പേര് അറ്റൻഡൻസ് എടുക്കുന്നത് പോലെ ലീല, ജോർജ്, മറിയ, സൂസി എല്ലാവരുടെയും പേര് ഇങ്ങനെ എഴുതി കാണിക്കും. എന്നിട്ട് ഈ കയറി വരുന്നവരുടെ പാപങ്ങളും അവരുടെ ഫോട്ടോയിൽ ഇങ്ങനെ സൈഡ് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അവരുടെ പാപം കഴിഞ്ഞ ഒരാഴ്ച അവർ ചെയ്ത സകല കുരുത്തക്കേടും 1, 2, 3, 4, 5, 6 ഇങ്ങനെ കർത്താവ് നാളെ വൈകിട്ട് അങ്ങനെ സംവിധാനം വരും കേട്ടോ. സ്തോത്രം. നമ്മൾ ആരോടൊക്കെ സംസാരിച്ചു, എവിടെല്ലാം പോയി, നമ്മുടെ വാട്സപ്പിന്റെ കോള്, നമ്മൾ കയറിയിറങ്ങിപ്പോയ സൈറ്റുകൾ, നമ്മൾ കണ്ട വീഡിയോസുകൾ, നമുക്ക് വന്ന മെസ്സേജുകൾ, നമ്മൾ കൊടുത്ത റിപ്ലൈ, നമ്മളെ ഈ യൂട്യൂബിന്റെ സ്ക്രീൻഷോട്ടിന്റെ അതെല്ലാം ദൈവം ഇവിടെ പ്രദർശിപ്പിക്കും. നാളെ വൈകിട്ട് അങ്ങനെ സംവിധാനം വരും കേട്ടോ. സത്യം ഇനി പറയണം, നാളെ വൈകിട്ട് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വന്നാൽ നാളെ വൈകിട്ടത്തെ യോഗത്തിൽ എത്ര പേര് വരും? അതിനെക്കാട്ടി നല്ല നാട് വിട്ടു പോകുന്നതാണ്. സ്തോത്രം. ഇതൊക്കെ മറഞ്ഞിരിക്കുന്നതുകൊണ്ടല്ലേ ഈ ഷോയഫ് കാണിക്കുന്നത്. പക്ഷെ ബൈബിളിൽ കിടക്കുന്നൊരു വാക്യം കേൾക്കണേ, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സഹോദരങ്ങളെ, ഈ ദേശം ഈ ശബ്ദം പുറത്ത് കേൾക്കുന്നെങ്കിൽ വളരെ തന്മയത്വത്തോടെ സാധാരണ പ്രസംഗിക്കുന്ന പൊതുവ് ശൈലിയിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ഒരു സഭയിൽ ഞാൻ എങ്ങനെയാണ് ഒരു ആത്മീയ ശുശ്രൂഷ നടത്തുന്നത് അതേ സന്തോഷത്തോടെ വളരെ നിർത്തി ഞാനിത് പറയുക. 1, 4 പാപങ്ങളുണ്ട്. 1 ജന്മപാപം, 2 കർമ്മപാപം, 3 മറഞ്ഞിരിക്കുന്ന പാപം, 4 വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. ഈ 4 പാപത്തിൻ്റെ കെട്ടടിക്കാൻ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കണം. ആമേൻ. ഈ പാപം ഇരുട്ടിനെ സൂചിപ്പിക്കുന്നതാണ്. പാപത്തിന്റെ ഒന്നാമത്തെ തലം നിങ്ങൾക്ക് മനസ്സിലായി, അത് ഇരുട്ടിനെ സൂചിപ്പിക്കുന്നതാ. എന്നാൽ പാപത്തിന്റെ രണ്ടാമത്തെ ഒരു തലമുണ്ട്. അത് 104-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യത്തിൽ കിടക്കുക. 104-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം അവിടെ കിടക്കുന്നത്, ആമേൻ, അവൻ ഇരുട്ട് വരുത്തുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ശ്രദ്ധേയമായ പദമാണ്. 104-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നീ ഇരുട്ട് വരുത്തുന്നു, കർത്താവേ നീ ഇരുട്ട് വരുത്തുന്നു. അടുത്തത്, അപ്പോ രാത്രി ഉണ്ടാകുന്നു, അപ്പോ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ഇരുട്ട് 1 പാപത്തെ കാണിക്കുകയാണെങ്കിൽ 2 കാട്ടുമൃഗങ്ങളുടെ സഞ്ചാരത്തെ കാണിക്കുന്നതാണ് ഇരുട്ട്. എന്താ ഈ കാട്ടുമൃഗങ്ങളുടെ സഞ്ചാരം? മൃഗം എന്ന് പറഞ്ഞാൽ എന്താ? മൃഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കാട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു അക്ഷരികമായ മൃഗത്തെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ കിടക്കുന്ന മൃഗം എന്ന് പറയുന്ന വാക്കിനെ ബൈബിൾ കണക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ വാക്യം കാണാതറിയാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറയണം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുന്നതാണ് ഇരുട്ടെന്ന് പറയുന്നത്. പ്രിയരെ, പകൽ നമ്മൾ മാന്യത കളിക്കും, പകൽ മാന്യന്മാർ നമ്മൾ കളിക്കുമ്പോൾ രാത്രി ആരും കാണാതെ റൂമിനകത്ത് കയറി കഥകളെല്ലാം അടച്ച് ഇരുട്ടിന്റെ മറവിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ ആസക്തികളെ കാട്ടുമൃഗത്തോടാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. അത് ഇരുട്ടിനകത്ത് വാഴുന്നൊരു സ്വാധീനമാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആവർത്തിച്ചു പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നീ പകൽ ഓക്കെയാണ്, ദേശത്തിന്റെ നടുവിൽ നിന്നെപ്പോലെ മാന്യൻ വേറെ ആരുമില്ല. പൊതുവേദിയിൽ നീ എന്ന് പറയുന്ന ശക്തനായൊരു മനുഷ്യനാണ്. പക്ഷേ ആരും കാണാത്ത ഇരുട്ടിനകത്ത് കടക്കുമ്പോൾ നിന്റെ സ്വഭാവത്തിനകത്തുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ അത് ഇരുട്ടിന്റെ ആസക്തിയെ കാണിക്കുന്നതാ. ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പറയാമോ? ആരും കേൾക്കണ്ട, മനസ്സിൽ തന്നെത്താൻ പറഞ്ഞാട്ടെ, കർത്താവേ എൻ്റെ അകത്ത് മൃഗീയ സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരുന്ന ഇരുട്ടിന്റെ നടുവിൽ എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു വെളിച്ചമൊന്ന് വീശി അടിക്കണം. പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. 1 ഇരുട്ട് പാപത്തെ കാണിക്കുന്നതാണ്. 2 ഇരുട്ട് മനുഷ്യന്റെ മൃഗീയ സ്വഭാവത്തെ കാണിക്കുന്നതാ. 3-ാമത് ഇരുട്ട് എന്തിനെ കാണിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 19-ന്റെ വാക്യത്തിൽ വരുമ്പോൾ സോദോമിയ ശക്തികൾ അതാ പ്രാർത്ഥിക്കുന്ന ലോത്തിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നത് ഇരുട്ടിന്റെ മറപിടിച്ചാണ്. എന്ന് വെച്ചാൽ അഭിഷക്തന്മാരുടെ വീടുകളെ നശിപ്പിക്കാൻ വരുന്നത് ഇരുട്ടിന്റെ മറവിലുള്ള കൊടികുത്തി വാഴുന്ന പീഡനങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ദേശത്തിനകത്ത് എഴുന്നേൽക്കാൻ പാടില്ല, സഭ ദേശത്തിനകത്ത് എഴുന്നേൽക്കാൻ പാടില്ല. ഇരുട്ടിന്റെ മറപിടിച്ചു വരുന്ന ചില സോദോമിയ ശക്തികളെ ഇന്ന് രാത്രി നമുക്ക് പൊട്ടിക്കണമെങ്കിൽ ആ ഇരുട്ടൊന്നും മാറേ
പറയണം, ഒരു വെളിച്ചം ഇന്ന് രാത്രി ഒന്ന് വീശിയടിക്കുകയാണോ. പ്രയോജനപ്പെട്ട കേരളക്കരയുടെ അഭിഷക്തന്മാരെയെല്ലാം നശിപ്പിച്ചു കളഞ്ഞ ഒരു ഇരുട്ടിന്റെ സ്വാധീനം, അത് സോദോമി ശക്തി പിടിച്ചെടുത്ത ആസക്തിയെ കാണിക്കുക. ഇന്ന് രാത്രി കൃപയുള്ള ദൈവത്തിന്റെ കുഞ്ഞ് പറയണോ, ആ ഇരുട്ട് മാറുമ്പോ വെളിച്ചങ്ങൾ വീശുന്നതിനായി സ്തോത്രം. കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ. നാലാമത് വേദപുസ്തകം ഇരുട്ടെന്ന് പറയുന്നത് മത്തായി 26:31 വാക്യം. യേശു പറയുന്നു, ഈ രാത്രിയിൽ എല്ലാവരും എങ്കൽ ഇടറും. ഈ രാത്രിയിൽ എല്ലാവരും കണ്ടോ, ഈ രാത്രിയിൽ ഈ ഇരുട്ടിന്റെ മറവിൽ എല്ലാവരും എന്നിൽ ഇടറും എന്ന് പറയുക. അപ്പോൾ ഒരു മനുഷ്യനെ വീഴ്ത്താൻ പാകത്തിൽ ഉള്ളതാണ് ഇരുട്ടിന്റെ സ്വാധീനം. 3.5 വർഷം കൂടെ നടന്ന പത്രോസിനെ വീഴ്ത്തിക്കളഞ്ഞത് രാത്രിയുടെ അന്തരീക്ഷത്തില, ഇരുട്ടിന്റെ മറപിടിച്ച. ആമൻ. പ്രഭാതമായപ്പോൾ കോഴി കൂകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൻ വീണുപോയിരിക്കുക. അർത്ഥം, കൃപയുള്ളവനെ, അഭിഷേകമുള്ളവനെ, ദൈവസാന്നിധ്യമുള്ളവനെ എല്ലാം വീഴ്ത്തിക്കളയുന്നത് രാത്രിയുടെ ഇരുട്ടിന്റെ മറവില. സ്വന്തം ചങ്കത്തോട്ട് കരം വെച്ച് പറഞ്ഞാട്ടെ, ആര് വീണാലും ഞാൻ വീഴാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഞാൻ ഇരുട്ടിനകത്തല്ല, എൻ്റെ അകത്തൊരു വലിയ വെളിച്ചത്തിന്റെ ശക്തി വീശി അടിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെല്ലുന്നു. 5ാമത് ബൈബിൾ ഇരുട്ടെന്ന് പറയുന്നത് 2 പത്രോസിന്റെ ലേഖനം 2:4 വാക്യം. ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. 2 പത്രോസിന്റെ ലേഖനം 2:4 വാക്യം. ബൈബിൾ 5ാമത് ഇരുട്ടെന്ന് പറയുന്നത് എന്തിനാ? 2 പത്രോസ് 2:4 വാക്യം. അടിവരയിട്ടോണം പേനയുണ്ടെങ്കിൽ വരച്ച് 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 ഇനി എവിടെ വരയ്ക്കണം പാസ്റ്റർ എന്ന് ചോദിക്കുന്നവരുണ്ട്. ബൈബിൾ മൊത്തം വരച്ച് വെച്ചവരുടെ കാര്യമല്ല ഈ പറയുന്നത്. അല്ലാതെ ആമേൻ, അതിൻ്റെ താഴെ വരയിടാത്തവർ, നിങ്ങൾ അതിൻ്റെ അടിയിൽ ഒരു വരയിടണം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. അന്ധതമസിന്റെ ചങ്ങല, ഇരുട്ടിന്റെ ചങ്ങലയിട്ട് ദൈവം അവരെ നഗരത്തിലാക്കി ന്യായവിധിക്കായിട്ട് മാറ്റിവെച്ചിരിക്കുക. എൻ്റെ പൊന്നു പ്രിയരെ, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ, ഞാൻ ഈ പറയുന്ന പദം കേൾക്കുന്നുണ്ടോ? ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ അവൻ അറസ്റ്റ് ഉണ്ടാകും, അവൻ ആ വിഷയം കേസാകും. ആ കേസാകുമ്പോൾ ആ കേസിന് തൊട്ടുമുമ്പ്, അവൻ്റെ വിചാരണയ്ക്ക് തൊട്ടുമുമ്പ് അവനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾ ഉപയോഗിക്കുന്നത്, അതൊരു അറസ്റ്റിന്റെ എന്താ പറയുന്ന, ആ അറസ്റ്റിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു കൊച്ച് ചെയിൻ ചങ്ങലയാണ്. പക്ഷേ ഇന്ന് രാത്രി ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാപം ചെയ്തവരെ അറസ്റ്റ് ചെയ്യാൻ ദൈവം ഉപയോഗിക്കുന്നത് ഇരുട്ടിന്റെ ചങ്ങലയാണ്. അപ്പോൾ അത് ന്യായവിധിയെ കാണിക്കുന്നതാണ്. ഇരുട്ട് ന്യായവിധിയെ കാണിക്കുന്നതാ. ഇരുട്ടിന്റെ 5 ചരണങ്ങൾ ഞാൻ പറഞ്ഞു. 1, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു. 2, ഇരുട്ട് മനുഷ്യന്റെ മൃഗീയ സ്വഭാവത്തെ കാണിക്കുന്നു. 3, ഇരുട്ട് പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിൽ വരുന്ന സോദോമി ശക്തികളെ കാണിക്കുന്നു. 4, ഇരുട്ട് ഒരു മനുഷ്യനെ ഇടറിച്ചു കളയുന്ന സ്വാധീനത്തെ കാണിക്കുന്നു. 5, ഇരുട്ട് ശിക്ഷാവിധിയെ കാണിക്കുക. ഇന്ന് രാത്രിയിൽ ആ ഇരുട്ടിന്റെ റലങ്ങൾ 5 അവിടെ കുത്തി വാഴുമ്പോൾ ഈ രാത്രി കൃപയുള്ള ദൈവത്തിന്റെ മക്കൾ പറയണം, ഈ 5 റലത്തിന്റെ ഇരുട്ടൊന്ന് പൊട്ടിമാറാൻ ഈ മനുഷ്യൻ പറയുന്നു, എനിക്കൊരു വെളിച്ചം വേണമെന്ന് പറയുക. ഈ രാത്രി എത്ര പേർ ആത്മാവിലൊന്ന് സ്തോത്രം ചൊല്ലിയിട്ട് പറയും, ഇതുവരെ ഞാൻ കാണാത്തൊരു വെളിച്ചത്തിന്റെ ശക്തി. അത് മാനുഷിക വാക്കുകൾക്കകത്തല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് ഈ ദേശത്തിനകത്ത് അത് വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. കണ്ടോ, കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷം അത് തെളിവുള്ള മേഘമായി വെളിപ്പെട്ടു വരുന്നത് പോലെ, കലക്ക വെള്ളങ്ങൾ കൊണ്ട് നിറയപ്പെട്ട അന്തരീക്ഷം അത് തെളിവുള്ള വെള്ളമായി വെളിപ്പെട്ടു വരുന്നത് പോലെ ഇന്ന് രാത്രി കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞ് വചനത്തിന്റെ വിത്തുകൾ ഈ ദേശത്തിനകത്ത് ഞാൻ വിശ്വസിച്ച് ഇന്ന് രാത്രി ഇടുകയാണ്. ഈ ദേശത്തിന്റെ ഇരുട്ടിന്റെ അന്തരീക്ഷം പൊട്ടിമാറട്ടപ്പ. ഒരു വലിയ വെളിച്ചത്തിന്റെ വാക്തത്വം വീശിയടിക്കുന്നതിനായി സ്തോത്രം. പാപത്തിന്റെ ആസക്തിക്കകത്ത് പെട്ടുപോയ മനുഷ്യന്റെ ഇരുട്ട് പൊട്ടിമാറട്ടെ. മൃഗീയ സ്വഭാവത്തിന്റെ ഇരുട്ടുകൾ പൊട്ടിമാറട്ടെ. സോദോമ്യ ശക്തികളുടെ ഇരുട്ടുകൾ പൊട്ടിമാറട്ടെ. അഭിഷേകമുള്ളവനെ ഇടറിച്ചു കളയാൻ വാഴുന്ന ചില രാത്രിയുടെ മറപിടിച്ചു വരുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ പൊട്ടിമാറട്ടെ. ശിക്ഷാവിധികളിൽ വെളിപ്പെട്ടു വരുന്ന ചില ഇരുട്ടിന്റെ അന്തരീക്ഷങ്ങൾ ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. അതിനേക്കാളും അപ്പുറം ഒരു വെളിച്ചത്തിന്റെ വാക്തത്വം ഇന്ന് രാത്രി വീശിയടിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചൊല്ലുന്നപ്പ. ഇത്രയും അഭിഷക്തന്മാർ ഇത്രയും സമയമൊക്കെ കണ്ടെത്തി ഈ ദേശത്തിന്റെ നടുവിൽ ഇങ്ങനൊരു യോഗം നടത്തുന്നത് പണമുള്ളത് കൊണ്ടല്ല, അവർക്ക് സമയമുള്ളത് കൊണ്ടല്ല. ഈ രാത്രിയിൽ ഈ യോഗത്തിനകത്ത് വന്നിരിക്കുന്നവർ ഇങ്ങനെ ആത്മാവിൽ വന്നിരിക്കുന്നതിന്റെ റീസണ് അവർക്ക് സമയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടല്ല, പകരം ഞങ്ങളുടെ ദേശം ഒന്ന് വെളിച്ചത്തിലേക്ക് വീഴണോ. ലഹരിക്കകത്ത്, മദ്യത്തിന്റെ ആസക്തിക്കകത്തേട്ട് പെട്ടുപോയ, സെക്ഷൽ ഇമ്മോറാലിറ്റിക്കകത്ത് അകപ്പെട്ടുപോയ ഞങ്ങളുടെ ദേശത്തിനകത്ത് ചിലരെ ഒന്ന് വിടിവിച്ച് കരയറ്റാ. ഇതുവരെ കാണാത്തൊരു വെളിച്ചത്തിന്റെ മഹത്വം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് വീശി അടിപ്പിക്കുന്നത് കൊണ്ട് ഈ രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുക. അപ്പോൾ
അപ്പൊ ഒന്ന് ഇരുട്ട് പൊട്ടിമാറണം. ആ മനുഷ്യൻ പറയുന്നു, എനിക്കൊരു കാര്യം വേണം, എനിക്ക് വെളിച്ചം വേണം എന്ന് പറയുക. വെളിച്ചം വേണം എന്ന് പറഞ്ഞ മനുഷ്യൻ പിന്നത്തേതിൽ 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, എനിക്ക് വെളിച്ചം മാത്രം പോരാ യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണം? അപ്പൊ രക്ഷപ്പെടാനുള്ളൊരു വഴിയും കൂടെ എനിക്ക് വേണം എന്ന് പറയുക. യേശു രക്ഷിക്കുന്നവനാണോ? യേശു രക്ഷിക്കുന്നവനാ. എവിടാ വാക്യം? ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. യേശു രക്ഷയുടെ ദൈവമാണോ? ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. ഈടുറ്റ ചിന്തയാണ്, എടുക്കാതെ പോകരുത്. അതിന്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ ലൂക്കോസ് 2:10 വാക്യം അടിവരെ ഇട്ടോണം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താണ്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ യേശു രക്ഷിതാവാണ്, അവൻ രക്ഷിക്കുന്നവനാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തോ? വേദനകളെക്കാൾ 1000 മടങ്ങ് വേദനയാണ് അവന്റെ ഹൃദയത്തിന്റെ വേദന എന്ന് പറയുന്നത്. പുറമേ കരം കൊടുത്തിട്ട് എന്നോ കൊണ്ട് സഹോദര സന്തോഷമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോ ചിരിച്ച അവൻ രക്ഷിതാവായി ഇന്ന് രാത്രി ഇറങ്ങി വരുന്നവനാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഹൃദയത്തിനകത്ത് ഏറ്റ വേദന ഭയങ്കര വേദനയാണോ? അതെ. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ദൈവദാസനെ, ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു സഭയുടെ പാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ സഭയിൽ ഒരു അപ്പച്ചൻ കിടപ്പുണ്ട് കേട്ടോ, അവൻ രോഗിയായിട്ട് കിടക്കുക, അവിടം വരെ ഒന്ന് പോയി പ്രാർത്ഥിക്കാമോ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ട്. പകലത്തെ വിശ്രമത്തിന് ശേഷം രാത്രി മീറ്റിങ്ങിന് തൊട്ടു മുമ്പ് ഞാൻ ഈ ദൈവദാസന്റെ കൂടെ ഈ അപ്പച്ചന്റെ വീട്ടിലേക്ക് ചെന്നു. ആമേൻ. അദ്ദേഹം പറഞ്ഞു, അപ്പച്ചൻ കിടക്കുന്ന റൂമിനകത്ത് അവിടം വരെ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. റൂം തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അസഹനീയമായ സ്മെല്ല. ഈ പച്ചയായ മാംസം കത്തിക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലില്ലേ, അതുപോലത്തെ ഒരു അസഹനീയമായ സ്മെല്ലാണ് ആ റൂമിനകത്തെല്ലാം. ആമേൻ. എല്ലാം ഇങ്ങനെ വകഞ്ഞു മാറ്റി ഞാൻ നോക്കുമ്പോൾ ജനലിനോട് ചേർത്തടിപ്പിച്ചിരിക്കുന്ന ഒരു കട്ടില്, ആ കട്ടിലിനകത്ത് ഒച്ചു ചുരുളുന്ന കണക്ക് ചുരുണ്ടൊരു മനുഷ്യൻ കിടക്കുക. ആ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നത്. എന്താ പ്രശ്നം എന്നറിയാമോ? പ്രശ്നം അദ്ദേഹത്തിന്റെ സ്കിൻ മൊത്തം ഇങ്ങനെ അടർന്നിരിക്കും. അടർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്, കുഷ്ഠരോഗത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനേക്കാൾ മാരകമുള്ളൊരു ഡെപ്താണ് അത്. സ്തോത്രം. ഈ കൺപുരുകത്തിന്റെ ഭാഗം, ഈ കവളിന്റെ സൈഡ്, ചെവിയുടെ സൈഡ്, തലയുടെ ഭാഗമെല്ലാം ഇങ്ങനെ ഇളകി കിടക്കുന്നത് പോലെ മാരകമായ ഒരു സൈസിലുള്ള രോഗം. സ്തോത്രം. ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനാ ആ പടിവാതിക്കൽ തന്നെ ഞാൻ നിന്ന് ഒരൊറ്റ നോട്ടമേ ഞാൻ നോക്കിയുള്ളൂ, അറിയാതെ ഞാൻ അങ്ങ് കണ്ണടച്ചു. എന്നിട്ട് ആ പടിവാതിക്കൽ തന്നെ നിന്നിട്ട് ആ സ്മെല്ലൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നൊരു വാക്കിലൊന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ നേരം ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം എന്നോട് പറഞ്ഞുടാ, ഞാൻ കുഷ്ഠരോഗിയെ വാക്കിനാലല്ല സൗഖ്യമാക്കിയത്, ഞാൻ കുഷ്ഠരോഗിയെ തൊട്ടാണ് സൗഖ്യമാക്കിയത്. നിനക്ക് ആ മനുഷ്യനെ തൊടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇല്ല അപ്പായേ, ഞാൻ ആ മനുഷ്യനെ എങ്ങനെയാ തൊടുന്നത്? ആ മനുഷ്യന്റെ ശരീരത്തിൽ ഞാൻ എവിടെ തൊടുന്നായി പറയുന്നേ? ആ മനുഷ്യന്റെ തലയിൽ എനിക്ക് തൊടാൻ പറ്റത്തില്ല, സ്കിന്നുകളെല്ലാം അവിടെ ഇങ്ങനെ ഇളകി കിടക്കുക. പിന്നെ തോളത്ത് തൊടാൻ പറ്റുമോ? ഇല്ല, അവിടെ എല്ലാം ഇങ്ങനെ ഇളകി കിടക്കുക. ഒരു കയ്യിൽ മാത്രം എടുത്തൊരു അപ്പച്ചൻ, ഞാൻ എവിടെ തൊടും ആ മനുഷ്യനെ? വീണ്ടും ഞാൻ കണ്ണടച്ച് പെട്ടെന്ന് ചെന്നതിന്റെ പേരിൽ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് ധൃതിയിൽ ഇറങ്ങാൻ നേരം അതേ ദൈവ സാന്നിധ്യം വീണ്ടും എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിന്റെ അപ്പായായിരുന്നെങ്കിൽ, നിന്റെ സ്വന്തം പിതാവായിരുന്നെങ്കിൽ നീ എങ്ങനെ പ്രാർത്ഥിച്ചേനേമായിരുന്നു? വീണ്ടും ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. 3 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് ഇറങ്ങിച്ചെന്ന് അപ്പച്ചൻ്റെ കട്ടിലിൻ്റെ സൈഡിലോട്ട് ഞാനിരുന്നു. എൻ്റെ കരം ആ തോളത്തോട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു 2 മിനിറ്റിൽ ഞാനൊന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചു. ദൈവദാസനെ ഞാൻ പ്രാർത്ഥിച്ച് കണ്ണു തുറക്കും നേരം ഈ മനുഷ്യൻ ഭയങ്കരമായും കരയുക. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, എന്നാ പറ്റി അപ്പച്ച, സൗഖ്യമായോ? പുള്ളി പറഞ്ഞു, സൗഖ്യമൊന്നും ആയില്ല പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, പിന്നെന്തിനാ കരയുന്നേ? പാസ്റ്റർ, ആ ഹോളിൽ ഓടി നടക്കുന്ന ആ കുഞ്ഞുങ്ങളെ കണ്ടോ? എൻ്റെ കൊച്ചുമക്കളാ പാസ്റ്റർ ആ ഹോളിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നേ. എനിക്ക് ഈ രോഗത്തിന്റെ സിംറ്റം വന്ന ദിവസം മുതൽ അവരെൻ്റെ അടുക്കൽ വന്നിട്ടില്ല. എൻ്റെ അടുക്കൽ അവർ വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ആമേൻ. സ്കൂൾ വിട്ടു വരുമ്പോൾ ബാഗ് ആ ഹോളിലോട്ട് ഇട്ടേച്ചും ഓടി എൻ്റെ റൂമിലോട്ട് വരുന്നൊരു കാലഘട്ടം ഉണ്ട്. എൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് അവർ കളിക്കും കുറേ നേരം. പക്ഷേ ഈ രോഗത്തിന്റെ അടയാളം കണ്ടു തുടങ്ങിയ ദിവസം മുതൽ അവരെൻ്റെ അടുക്കൽ വന്നിട്ടില്ല. തടിയും തൻ്റെയുള്ള 3 ആൺമക്കളാ ഹോളിൽ നിൽക്കുന്നത് പാസ്റ്റർ കണ്ടോ? എൻ്റെ മക്കളാ പാസ്റ്ററെ. എൻ്റെ പ്രായത്തിന്റെ നല്ല ഘട്ടം ഞാൻ അവർക്ക് വേണ്ടി അധ്വാനിച്ചതാ. എൻ്റെ വിയർപ്പെല്ലാം ഒഴുക്കി ഞാൻ സമ്പാദിച്ചതെല്ലാം അവർക്ക് വേണ്ടിയിട്ടാ. പക്ഷേ ഈ രോഗത്തിന്റെ സിംറ്റം കണ്ട ദിവസം മുതൽ അവരെന്നെ ഒന്നും നന്നായി ശുശ്രൂഷിച്ചിട്ടില്ല. ആമേൻ. സ്തോത്രം. പാത്രത്തിനകത്ത് ഞാൻ മാത്രം ഉപയോഗിക്കാൻ ഒരു പാത്രം മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിനകത്ത് ചോറും കറിയുമായിട്ട് ആ പടിവാതിക്കൽ കൊണ്ടുവെക്കോ. ഈ റൂം വിട്ട് ഞാൻ 6.5 വർഷമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലായി ശരീരത്തിനകത്ത് വേദനകളെക്കാൾ 1000 മടങ്ങ് വേദനയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കയറുന്ന വേദന. ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്തിനാ കരഞ്ഞത്? ഇപ്പൊ
എന്തിനാ കരഞ്ഞത്? ആ മനുഷ്യനോട് പറഞ്ഞു, പാസ്റ്ററേ 6.5 വർഷത്തിന് ശേഷം എൻ്റെ തോളത്തിലേക്ക് ഒരു മനുഷ്യൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒന്ന് ചേർത്ത് പിടിക്കുന്നത്. നിങ്ങൾ കരം തൊട്ടപ്പോൾ നിങ്ങൾ കരം തൊട്ടതുപോലല്ല എനിക്ക് തോന്നിയത്. യേശു അപ്പ എൻ്റെ കരത്തോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് മനസ്സിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അകറ്റാൻ ഇന്നും എൻ്റെ യേശുവിന് കഴിയും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ശരീരത്തിന്റെ വേദനകളെ യേശു രക്ഷിക്കുമെങ്കിൽ എൻ്റെ യേശു രണ്ടാമത് ദേശമേ രക്ഷിക്കുന്നതിന്റെ ഹൃദയത്തിന്റെ വേദനകളെ എൻ്റെ യേശു രക്ഷിക്കുന്ന രക്ഷിതാവാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. 3, ഒരു മനുഷ്യന്റെ ആത്മാവിനെ യേശു രക്ഷിക്കും. ഈടുറ്റ ചിന്തയാവറിയരെ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ യേശു രക്ഷിക്കും. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ എന്തെല്ലാം പണി ചെയ്തല്ലേ? ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ എവിടെല്ലാം യാത്ര ചെയ്തല്ലേ? ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മോക്ഷം കിട്ടാൻ വേണ്ടി നീ ഇവിടെ പെടാപ്പാട് നടത്തുകയല്ലേ? ഇന്ന് രാത്രി ഞാനൊരു സുവിശേഷകൻ എന്ന രീതിയിൽ പറയാം, 1 രൂപ കൊടുക്കണ്ട, ഒരു നേർച്ച കാഴ്ച നടത്തണ്ട, ഒരു സ്ഥലത്ത് നീ പോകണ്ട, ഒരു പുണ്യക്ഷേത്രം സഞ്ചരിക്കണ്ട. ഇന്ന് രാത്രി യേശു എന്ന രക്ഷിതാവിന്റെ അടുക്കൽ വന്നാൽ നിന്റെ ആത്മാവിനെ രക്ഷിക്കുന്ന രക്ഷിതാവാണ് അവൻ. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ. ആത്മാവിന്റെ രക്ഷ എന്നുള്ള വിഷയം ഭാരതത്തിനകത്ത് 6 മതങ്ങൾ പ്രധാനമായി ഉണ്ട്. ഒന്നിന്റെ പേരുകൾ എടുത്തു പറയാൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം ഒന്നിനെ കുറ്റം പറയാനല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ദൈവം ജീവനുള്ളവനാന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. സ്തോത്രം. എങ്കിലും മക്കളെ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കേൾക്കണം, ഭാരതത്തിൽ 6 മതങ്ങളുണ്ട്. 6 മതങ്ങളും പഠിപ്പിക്കുന്നു ആത്മാവിനൊരു രക്ഷയുണ്ട്. അതിനകത്ത് 1ാമത്തെ മതം പഠിപ്പിക്കുന്നു മരിച്ചവന്റെ ആത്മാവ് പഞ്ചഭൂതങ്ങളിലേക്ക് പോകും. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പിടികിട്ടിയോ? അഗ്നി, ജലം, ആകാശം, വായു, ഭൂമി. മരിച്ചവന്റെ ആത്മാവ് പഞ്ചഭൂതങ്ങളിലേക്ക് പോകും. എന്നിട്ട് ശേഷം ആമേൻ സ്തോത്രം, ഇത് വീണ്ടും ജനിക്കും. അതിനവർ വിളിച്ചിരിക്കുന്ന പേര് പുനർജനനം എന്നുള്ളതാണ്. മരിച്ചവന്റെ ആത്മാവ് രക്ഷപ്പെടാൻ അവർ കണ്ടെത്തിയ വഴിയും പഠിപ്പീരും പുനർജനനമാ. പക്ഷെ അത് മനുഷ്യനായി തന്നെ ജനിക്കണമെന്ന് നിർബന്ധമില്ല. നാൽക്കാലിയായി, ഇഴജാതിയായി, പക്ഷിജാതിയായി, പർവ്വജാതിയായി ഒക്കെ ജനിക്കുമെന്ന് പഠിപ്പിക്കുന്ന പഠിപ്പീരാണ് പുനർജനനം. എന്നാൽ 2ാമത്തെ മതം പഠിപ്പിക്കുന്നു മരിച്ചവന്റെ ആത്മാവ് ജന്നയിൽ ചെല്ലും. ജന്ന എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹെവനാണ്, സ്വർഗം. മരിച്ചവന്റെ ആത്മാവ് ജന്നയിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്, സൽസബീൽ. ഒന്ന് പറയാമോ? സൂസു എന്നല്ല, ഉറക്കെ പറയാമോ? സൽസബീൽ. സൽസബീൽ എന്ന് പറയുന്നത് ബൈബിളിനകത്തൊന്നും നോക്കല്ലേ, വെളിപ്പാട് പുസ്തകത്തിലാണോ ഭാഷ? അല്ല, നമുക്ക് ആ പഠിപ്പീരില്ല, അത് അവരുടെ പഠിപ്പീരാ. പേര് ഞാൻ എടുത്ത് പറയത്തില്ല മതത്തിന്റെ, അത് അവരുടെ പഠിപ്പീരാണ്. സൽസബീൽ എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്. മരിച്ചവന്റെ ആത്മാവ് അവിടെ ചെന്ന് സൽസബീൽ നദീതീരത്തിനകത്ത് പാലും തേനുമൊക്കെ ഒഴുകുന്നുണ്ട്. ആ പാലും തേനുമൊക്കെ മരിച്ചവന്റെ ആത്മാവ് ഇങ്ങനെ കോരി കുടിക്കുമ്പോൾ അവന്റെ അടുക്കൽ മക്കളെ ഹൂറികൾ വന്ന് നിൽക്കും. ഹൂറികൾ എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏഞ്ചൽസ്, മാലാകമാർ വന്ന് നിൽക്കും. ഏതെങ്കിലും ഒരു ഹൂറിയെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടാൽ ആ ഹൂറിയെ കല്യാണം കഴിച്ച പുള്ളിക്ക് സ്വർഗത്ത് താമസിക്കാം. ചെറുപ്പക്കാരുടെ മുഖത്തിനകത്ത് വല്ലാത്തൊരു സന്തോഷം. പക്ഷെ നമുക്ക് ആ പഠിപ്പീരില്ല. അത് പ്രതീക്ഷിച്ച് അവിടെ പോകണ്ട കേട്ടോ, അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. സ്വത്രം. യേശു പറഞ്ഞു ഇവിടെയുള്ളൂ വിവാഹത്തിന് കൊടുക്കുന്നതും വാങ്ങുന്നതും, അവിടെ ഒന്നും അതില്ല. ഒരു സ്വത്രം പറഞ്ഞേ, അത് പ്രതീക്ഷിച്ച് പോകാൻ നിൽക്കണ്ട. അത് അവരുടെ പഠിപ്പീര. അപ്പൊ നിങ്ങൾ ചോദിക്കും ഏത് മതമാണ്? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പേരെടുത്ത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഭാരതത്തിലെ ഈടുറ്റ 2ാമത്തെ മതത്തിന്റെ പഠിപ്പീരാണ്. എന്നാൽ 3ാമത്തെ മതം പഠിപ്പിക്കുന്നു മരിച്ചവന്റെ ആത്മാവ് നരകത്തിൽ പോകട്ടെ, സ്വർഗത്തിൽ പോകട്ടെ, ഒരു പ്രശ്നവുമില്ല. അതെന്താ അമ്മമ്മേ പ്രശ്നമില്ലാത്തത്? എന്റെ രക്തബന്ധങ്ങളൊക്കെ നാട്ടിലുണ്ടല്ലോ, അവര് പ്രത്യേക പ്രാർത്ഥനയും ചൊല്ലുകളൊക്കെ എന്നെ നടത്തി എന്നെ തിരിച്ച് സ്വർഗത്തിലോട്ട് എന്ത് ചെയ്തോളും, കൊണ്ടുപോയിക്കോളും എന്ന് പഠിപ്പിക്കുന്ന 3ാമത്തെ മതവിഭാഗത്തിന്റെ പഠിപ്പീര്. ഞങ്ങളുടെ നാട്ടിലൊരു അമ്മച്ചിയുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപികയാണ്, ഒരു പള്ളിയിലെ സൺഡേ സ്കൂൾ അധ്യാപിക, അന്നമ്മ എന്ന പേര്. സ്തോത്രം. നിങ്ങൾക്ക് കുറെ നാൾക്ക് മുമ്പ് അന്നമ്മച്ചയുടെ വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. എന്നോട് അത്ര ഇഷ്ടമുണ്ട്, ഞങ്ങൾ അയൽക്കാരാണല്ലോ. അകൽ ഞാനൊരു ദൈവദാസൻ എന്ന രീതി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പ് അവരോട് സുവിശേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി, അമ്മച്ചി ഞാൻ കൊച്ചുപ്രായം മുതൽ കാണുന്നത്, അതുകൊണ്ടൊരു ദൈവദാസൻ എന്ന രീതി ഞാൻ പറയുന്നു, രക്ഷിക്കപ്പെടണം. അമ്മച്ചി പറഞ്ഞാ? ഞാൻ പറഞ്ഞു സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു ആത്മാഭിഷേകം പ്രാപിച്ച് വേർപെട്ടുള്ള കൂട്ടായ്മ ആചരിക്കണം. സ്തോത്രം. ഞാൻ പറഞ്ഞു ചെയ്തൂടെ? ഓ അതൊന്നും വേണ്ട മാസ്റ്റേ. ഞാൻ പറഞ്ഞു അമ്മച്ചി ഒരു പ്രശ്നമുണ്ട്. എന്താ? ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ കർത്താവിന്റെ കുഞ്ഞാകത്തില്ല. അത് സാരമില്ല മാസ്റ്റേ. അവസാനം പിടിവള്ളി നഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞു അമ്മച്ചി എന്തോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ടുള്ള കൂട്ടായ്മയില വന്നില്ലെങ്കിൽ നരകത്തിൽ പോവും. ഇത് കേൾക്കുമ്പോഴെങ്കിലും ഒരു പേടി ഉണ്ടാകട്ടെ എന്നുള്ള ചിന്ത ഞാൻ അത് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു അത് സാരമില്ല മാസ്റ്റേ, അത് സാരമില്ല. ഞാൻ പറഞ്ഞു അമ്മച്ചി ടൂറിന് പോകുമെന്നല്ല പറഞ്ഞ, നരകത്തിൽ പോവും. അമ്മച്ചി പറഞ്ഞു അത് സാരമില്ല പാസ്റ്റേ. ഞാൻ ചോദിച്ചു അതെന്നാ പാസ്റ്റേ? ഞാൻ യാതന സ്ഥലത്ത് പോയാലും എൻ്റെ രക്തബന്ധങ്ങളൊക്കെ നാട്ടിലുണ്ടല്ലോ, അവർ പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്തി ചൊല്ലുകളൊക്കെ നടത്തി എന്നെ തിരിച്ച് സ്വർഗത്തിൽ എന്ത് ചെയ്തോളും, കൊണ്ട് കയറ്റിക്കോളും. ഇതാണ് 3ാമത്തെ മതവിഭാഗത്തിന്റെ പഠിപ്പീര്. നിൽക്കട്ടെ, ആ 3 മതവിഭാഗങ്ങൾ പഠിക്കും. എന്നാൽ 4ാമത്തെ മതവിഭാഗത്തിന്റെ പേര് എടുത്തു പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ചിന്ത. കാരണം അത് ഭാരതത്തിൽ അത്രയും സുലഭമല്ല മതം. അത് പാർസികളുടെ വിശ്വാസമാണ്. ആരുടെയാ? പാർസികളുടെ. പാർസികളുടെ വിശ്വാസം എന്താണെന്നറിയാമോ? മരിച്ചവന്റെ ശവശരീരം അവർ ദഹിപ്പിക്കത്തില്ല, അത് കുഴിച്ചിടത്തില്ല, അത് അവർ കഴുകന്മാർക്ക് തിന്നാൻ ഇട്ട് കൊടുക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? എന്തിനാ സ്വോത്രം പറഞ്ഞതെന്ന് മനസ്സിലായോ? പാസ്റ്റർ ഇത്രയും ദൂരം വന്നൊരു സ്വോത്രം പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല എന്നെ മോശ പാസ്റ്റേ എന്ന് ചിന്തിച്ച സ്വോത്രം പറഞ്ഞതല്ല, പാർസിയായിട്ട് ജനിക്കാത്തതിന് ഈ സ്വോത്രം പറഞ്ഞാട്ടെ. ഈ പുട്ടി അടിച്ചുകൊണ്ടിരിക്കുന്ന മുഖമൊക്കെ കഴുകന്മാർ കുത്തിപ്പറിച്ചേനെ. സ്തോത്രം. അവർ ദഹിപ്പിക്കത്തില്ല, അവർ കുഴിച്ചിടത്തില്ല, കഴുകന്മാർക്ക് തിന്നാനിട്ട് കൊടുക്കും. കൃത്യം 1000 വർഷങ്ങൾ കഴിയുമ്പോൾ പാസ്റ്ററെ ഇതിനകത്ത് മാംസം വരും.
ഇതിനകത്ത് ജീവൻ വരും, ഇതിനകത്ത് ശ്വാസം വരും, ഇത് ഇവരുടെ പൂർവ്വപിതാവായി ജനിക്കും എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പീരാണ് പാർസികളുടെ വിശ്വാസം. ഇങ്ങനെ പ്രധാനപ്പെട്ട ഭാരതത്തിനകത്തെ വ്യത്യസ്തമായ മതങ്ങൾ മരണത്തിന്റെ ശേഷം ആത്മാവിന് രക്ഷയുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ എൻ്റെ ചോദ്യം, പാസ്റ്റർ, നമ്മളെ യേശു പഠിപ്പിച്ചിട്ടുണ്ടോ ആത്മാവിന് രക്ഷയുണ്ട്? ഉണ്ടല്ലോ. അതെന്താ? നമ്മൾ പഠിപ്പിച്ച പഠിപ്പീരിന്റെ പേര് പുനർജനനം എന്നല്ല, നമ്മുടെ ആത്മാവ് രക്ഷപ്പെടും എന്ന് യേശു പഠിപ്പിച്ച പഠിപ്പീരിന്റെ പേര് പുനരുത്ഥാനമാണ്. കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? അപ്പോഴും ഒരു ചോദ്യം വന്നു, പാസ്റ്ററേ എന്തോ പേരല്ലേ മാറിയോളൂ, പ്രത്യേകത എന്താ? അവരും പറയുന്നു ആത്മാവിന് രക്ഷയുണ്ട്, നമ്മളും പറയുന്നു ആത്മാവിന് രക്ഷയുണ്ട്. പ്രത്യേകത എന്താ? പ്രത്യേകത അവര് പഠിപ്പിക്കുന്നതെല്ലാം ഇസങ്ങളെ ആസ്പദമാക്കിയ, അവരുടെ പഠിപ്പീരെല്ലാം കഥകളാണ്, അവരുടെ പഠിപ്പീരെല്ലാം ഇതിഹാസങ്ങളാണ്. പക്ഷെ നമ്മളെ യേശു ആത്മാവിന് രക്ഷയുണ്ട്, പുനർജനനമുണ്ട് എന്ന് പഠിപ്പിച്ച പഠിപ്പീര് ഇസത്തെ ആസ്പദമാക്കിയല്ല, അമ്മൂമ്മക്കഥയും കെട്ടുകഥയുമല്ല, യേശു അത് തെളിയിച്ച ചരിത്ര യാഥാർത്ഥ്യമാണ്. റോമൻ ഭരണകൂടത്തിന്റെ മുദ്രയെ പൊട്ടിച്ച് മൂന്നാമത്തെ പക്കം വാക്തത്വത്തിന്റെ ദിവസം എത്തിയപ്പോൾ മാറി മാറി നിന്ന കാവൽക്കാർ നോക്കി നിൽക്കെ അവൻ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നത് തെളിയിക്കപ്പെട്ടൊരു ചരിത്ര യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ പറയാം, ആമേൻ, നമ്മളെ പഠിപ്പിച്ച കർത്താവ് അത് തെളിയിച്ചു കാണിച്ചു. മരണത്തിന് ശേഷം ആത്മാവിന് രക്ഷയുണ്ട്, അത് പുനരുത്ഥാനമാണ്. നീ ജീവനോട് ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കതായ പ്രതിഫലം മേടിക്കാൻ ഒരിക്കൽ നീ ന്യായാസനത്തിന് മുൻപാകെ വരേണ്ടി വരുന്നൊരു ദിവസം ഉണ്ടാകും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണം എന്ന് ചോദിക്കുക. 16-ാമത്തെ അധ്യായത്തിൽ 5 പ്രധാനപ്പെട്ട രക്ഷകളാണ്, 5 പേരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ദൈവദാസന്റെ കരത്തിൽ, ഓൾറെഡി എനിക്കറിയാം സമയം പറഞ്ഞതൊക്കെ ആകാൻ ഇനി 3 മിനിറ്റേ ഉള്ളൂ, പക്ഷേ ഒരു 10 മിനിറ്റും കൂടെ എനിക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന കാരണത്താൽ അതിന് പ്രാർത്ഥിക്കാൻ ഞാൻ സമയമെടുക്കും. സോ ഈ 16-ാമത്തെ അധ്യായത്തിൽ ഈ മനുഷ്യൻ 1 വെളിച്ചം ചോദിച്ചു, 2 രക്ഷ പ്രാപിപ്പാൻ എന്തു വേണമെന്ന് ചോദിച്ചു. 16-ാമത്തെ അധ്യായത്തിനകത്ത് 5 പേരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത് രക്ഷപ്പെട്ടത് ആരാണ്? ഒന്നാമത് രക്ഷപ്പെട്ടത് ലുദിയയാണ്. ലുദിയെക്കുറിച്ച് 13-ാമത്തെ വാക്യത്തിൽ കിടക്കുന്ന വാക്ക് നിങ്ങൾ കേൾക്കണം. ഇനി വിശദീകരിക്കത്തില്ല, വാക്യം മാത്രമേ പറയത്തുള്ളൂ, കാരണം ഇത് ഈ ദേശത്തോടുള്ള ബന്ധത്തിലെ ദൂത. അച്ഛാ, ഈ നാട്ടിനകത്ത് ദൈവം ഒന്നാമത് രക്ഷിക്കാൻ പോകുന്ന ഈ ഗ്രൂപ്പിനെ ആയിരിക്കും. നിങ്ങൾ ഇന്നു മുതൽ ഈ സ്ഥലം സഭ ഇതിനകത്ത് കരം വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദേശത്തിൽ ഒന്നാമത് രക്ഷപ്പെടേണ്ടത് ഈ ഗ്രൂപ്പാ. ശബത്ത് നാളിൽ ഞാൻ ഗോപുരത്തിന് പുറത്തുപോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് വെച്ച് പുഴവക്കത്തിരുന്നു, സ്ത്രീകളോട് പ്രസംഗിച്ചു. അടുത്തത്, തുയത്തര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായൊരു സ്ത്രീ, ആമേൻ, അവളുടെ പേരാണ് ലുദിയ. അവൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പൊ അവൾക്കൊരു പ്രത്യേകതയുണ്ട്, അവൾ ഭക്തിയുള്ളൊരു സ്ത്രീയാ. ഭക്തിക്ക് കുറവുണ്ടോ? ഭക്തിക്ക് ഒരു കുറവില്ല. എൻ്റെ പാസ്റ്റേ, ക്രിസ്മസ് ഒക്കെ വരണം, ഞങ്ങളുടെ ഭക്തി ഒന്ന് കാണണമെങ്കിൽ. ഈടൊക്കെ അലങ്കരിക്കുമ്പോൾ എല്ലാം യേശുവിനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലോ. ഇത്രയും പൈസ ഇല്ലാതിരുന്നപ്പോഴും ഞങ്ങൾ കളർ ബൾബൊക്കെ മേടിച്ച്, കണ്ടോ പാസ്, കണ്ടോ ഞങ്ങളുടെ വീടൊക്കെ സ്റ്റാറൊക്കെ കെട്ടി തൂക്കിയാണ് പുൽക്കൂട. ഭക്തി ഉള്ളത് കൊണ്ടാ പാസ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനോട് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ? ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഭക്തിക്ക് കുറവൊന്നുമില്ല. ഞാനത് നിങ്ങളെ വിമർശിച്ച് പറയല്ല, ഞാൻ സ്നേഹത്തോട് പറയുന്ന വാക്കാണ്. നിങ്ങൾക്ക് ഭയങ്കര ഭക്തി യേശുവിനോട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ ഭക്തി അറിവില്ലായ്മയിൽ സംഭവിച്ച ഭക്തിയാണ്. ഇവളുടെ ഭക്തി യഹൂദ മതത്തിന്റെ ഭക്തി, ജീവനുള്ള ദൈവത്തിന്റെ ഭക്തിയല്ല. 2, ഇവളൊരു നല്ല ബിസിനസ്സുകാരിയാണ്. ഇവൾ രക്താംബരം വിൽക്കുന്നവളാ. ഇവൾക്ക് ബന്ധമെല്ലാം ആ രീതിയിലുള്ളവളാ. രക്താംബരം കൊടുക്കണമെങ്കിൽ വാങ്ങണമെങ്കിൽ പൈസയുള്ളവനോടാ ഇവൾക്ക് നല്ല ബന്ധമുള്ളത്. സോ ഇങ്ങനെയുള്ള കുറേ പേർ ഈ നാട്ടിൽ ഒന്ന് രക്ഷപ്പെട്ടാലേ പറ്റത്തുള്ളൂ. ഭക്തിയുണ്ടോ? ഭയങ്കര ഭക്തിയാ വാസേ. പക്ഷേ ഇതിന്റെ ശരിയായ റൂട്ട് മനസ്സിലാകാതെ വചനത്തെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ അവൾ രക്ഷപ്പെടും. അവളുടെ നാട് ശ്രദ്ധിച്ചോ? അത് തുയത്തര പട്ടണമാ. ആ നാടിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ കിടക്കുന്ന ഒരു വാക്കുണ്ട്. 2-18 വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? അവൻ വെളിപ്പാട് പുസ്തകം 2-18 വാക്യം. തുയത്തര പട്ടണത്തെ കുറിച്ച് ബൈബിളിൽ കിടക്കുന്ന ബ്യൂട്ടിഫുൾ വേർഡ്, വെളിപ്പാട് പുസ്തകം 2-18 വാക്യം. തുയത്തര സഭയുടെ ദൂതന് എഴുതുക. തുയത്തര സഭയുടെ ദൂതന് എഴുതുക. ഒത്തിരി ക്വാളിറ്റികൾ ആ തുയത്തര സഭയ്ക്കുണ്ട്. പക്ഷേ 20-ാമത്തെ വാക്യത്തിൽ ഒരുവൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ആ ദേശത്തൊരു സഭ ഉണ്ടായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നെ സന്തോഷമല്ലേ? ഒരുത്തി വചനം കേട്ട് അവൾ രക്ഷപ്പെട്ടപ്പോൾ ആ നാട്ടിൽ ഒരു സഭയുണ്ടായെന്ന്. ഒറ്റ മനുഷ്യൻ പുറത്തു വന്നാൽ മതി, അവനിലൂടെ ഒരു പട്ടണത്തെ യേശു രക്ഷിച്ചിരിക്കും. സ്തോത്രം. അവൾ രക്ഷപ്പെട്ടപ്പോൾ മുമ്പ് അവിടെ പള്ളി ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ ഈ വാക്യം പറയുന്നു ഇപ്പൊ അവിടെ ഒരു സഭയുണ്ട്. ഇനി ആ സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതാ 20-ാമത്തെ വാക്യം. ഇത് ഈ ദേശത്തുള്ള ദൂതായിട്ട് ഞാൻ പറയും. 20-ാം വാക്യം അടിവരിട്ടോ, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എന്റെ ദാസന്മാരെ ഉപദേശിച്ചും തെറ്റിച്ചും കളയുന്ന ഇസബേൽ ഒരു സ്ത്രീ കൊടികുത്തി വാഴുന്ന മണ്ണായത്.
പക്ഷെ അടുത്ത വാക്ക് പറയണേ, അടുത്ത വാക്ക് കേൾക്കണേ. ഇങ്ങനെ സ്വാധീനം ഇവിടെ കൊടികുത്തി വാഴുന്നു എങ്കിലും 24-ാമത്തെ വാക്യം 2:24, ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങളെ അറിഞ്ഞിട്ടില്ലാത്തവയും തുയത്തരിയിലെ ശേഷം പേരോട് ഈ പട്ടണത്തിൽ ഇസബേലിന്റെ ശക്തി വിഗ്രഹാർപ്പിതം തിന്നണം, കഴിക്കണം, അതിനെ വണങ്ങണം എന്നൊക്കെ പറയുന്ന ഇസബേലി തന്ത്രം കൊടികുത്തി വാഴുന്നെങ്കിലും ഈ പട്ടണത്തിൽ ഇതോടൊന്നും കണക്റ്റഡ് ആകാതെ വിശുദ്ധിക്കകത്ത് നിൽക്കുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ദേശത്തെ നോക്കി ഇന്ന് രാത്രിയിൽ ഒരു ദൈവദാസൻ എന്ന രീതിയിൽ ആത്മാവിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. എത്ര ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ ഇവിടെ കൊടികുത്തി വാണാലോ അതിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത, അതിനെ വണങ്ങാത്ത, അതിനെ നമസ്കരിക്കാത്ത ഒരു ശേഷം പേരുടെ കൂട്ടത്തിൽ ഈ ദേശത്തിൽ പലരുടെയും പേരിന്റെ ദൈവം എഴുതി ചേർക്കട്ടെ. കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി നന്ദിയോടെ അമ്മേൻ ഇന്ന് രാത്രി ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളോട്, വിശേഷാൽ യൗവനക്കാരോട് ഞാൻ പറയാം, മക്കളെ, നിങ്ങളുടെ ക്ലാസ്സിനകത്ത് 50 പേരിൽ 49 പേര് പാപത്തിന്റെ ആസക്തിക്കകത്ത് വീണുപോയാലും നീ ശേഷം മനുഷ്യനെ പോലാക്. നീ അതിനെ തൊടാത്തവനായി മാറ്. പാപത്തെ കാണാതെ, പാപത്തെ തൊടാതെ, പാപത്തെ സ്പർശിക്കാത്ത, പാപത്തെ രുചിക്കാത്ത ഒരു ശേഷം മനുഷ്യനായി നിനക്ക് പുറത്തു വരാൻ ഒരാൾ രക്ഷപ്പെട്ടാലേ പറ്റത്തുള്ളൂ. കരമുയർത്തിച്ച ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഒന്നാമത് രക്ഷപ്പെട്ടത് ആമേൻ ലുദിയ രക്ഷപ്പെട്ടു. രണ്ടാമത് ഈ 16-ാം അധ്യായത്തിൽ ആര് രക്ഷപ്പെട്ടു? വെളിച്ചപ്പാടത്ത് രക്ഷപ്പെട്ടു. 16-ാമത്തെ വാക്യം മുതൽ വെളിച്ചപ്പാടത്ത് രക്ഷപ്പെട്ടു. വെളിച്ചപ്പാടത്തിന്റെ പ്രശ്നം അവളാൽ നിയന്ത്രിക്കപ്പെടുന്നവളല്ല. ഇതൊരു ദൂതാണ്. അവളാൽ നിയന്ത്രിക്കപ്പെടുന്നവളല്ല. അവൾ യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കാൻ നടക്കുന്നവള. അവളുടെ കണ്ണ്, അവളെ കാത്, അവരുടെ ശബ്ദം ഒന്നും അവളല്ല ഉപയോഗിക്കുന്നേ. പിന്നെ ആരാ ഉപയോഗിക്കുന്നേ? യജമാനന്മാർ ഉപയോഗിക്കുന്നു. അയ്യോ, ഈ നാട്ടിൽ അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരുടെ ശരീരം അവർക്കുള്ളതല്ല, സാത്താന്റെ അധികാരത്തിൽ അവർ കിടക്കുക. അവരൊന്ന് രക്ഷപ്പെടണം. അവർക്ക് കാണാൻ ഒരു താല്പര്യമില്ല, പക്ഷെ അവരാരോ ഇങ്ങനെ നിയന്ത്രിക്കപ്പെടുക. അവർക്ക് ഇതൊന്നും കേൾക്കാൻ ഒരു താല്പര്യമില്ല. പൗലോസ് പറയുന്നു, നന്മ ചെയ്യണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നതോ. ഒരു പക്ഷെ ഇന്ന് രാത്രിയിലും അങ്ങനെ ഈ യോഗത്തിൽ പലരും ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് വിശുദ്ധി ജീവിക്കാൻ ഇഷ്ടമാ, എനിക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമാ, പക്ഷെ പറ്റുന്നില്ല വാസേ. എന്റെ ശരീരം ആരാലോ നിയന്ത്രിക്കപ്പെടുകയാണ്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അതൊന്നും കാണണ്ടെന്നാ ഞാൻ ചിന്തിക്കുന്നത്, പക്ഷെ പറ്റണില്ല വാസേ. എന്റെ ശരീരം ആരാലോ. ഇന്ന് രാത്രി ഞാൻ സിൻസിയറായിട്ട് ചോദിക്കട്ടെ, സത്യം പറ, ഇതിന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ കണക്റ്റഡ് ആകത്തില്ലേ ഈ ദൂത്? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നീ ഒന്ന് രക്ഷപ്പെടാൻ സമയമായി. ആരാലോ നിയന്ത്രിക്കപ്പെടുക. ഇവൾ യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്നൊരു സ്ത്രീയ. യജമാനന്മാർ പറയും, ഇന്ന് ഈ റൂട്ടിൽ പോയാൽ മതി, അവൾ ആ റൂട്ടിലേ പോകത്തുള്ളൂ. ഇന്ന് ഈ പ്രവചനം നടത്തണം, അവൾ ആ പ്രവചനം നടത്തത്തുള്ളൂ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവൾ രക്ഷപ്പെട്ട അധ്യായമാ 16-ാമത്തെ അധ്യായം. ആരാലോ നിയന്ത്രിക്കപ്പെടുന്ന, ഏതൊക്കെയോ മോഹത്തിനകത്ത് നിയന്ത്രിക്കപ്പെടുന്ന നിന്റെ തലമുറ രക്ഷപ്പെടാൻ സമയമായി. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ. മൂന്നാമത് ഈ 16-ാമത്തെ അധ്യായത്തിൽ എനിക്കിതൊക്കെ വിശദീകരിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇതിനോട് കണക്റ്റഡ് ആയ ഒത്തിരി വാക്യങ്ങൾ ഞാൻ എഴുതി വെച്ചോണ്ടാ പറഞ്ഞു, പക്ഷെ അതൊക്കെ പറയുന്നത് നമുക്ക് സമയവും പ്രാർത്ഥിക്കാൻ സമയം കിട്ടുകയില്ല. മൂന്നാമത് ഈ 16-ാമത്തെ അധ്യായത്തിൽ രക്ഷപ്പെട്ടതാരാ? അത് 16-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാര് രക്ഷപ്പെട്ടൊരു അധ്യായമാണ്. ചങ്ങലകൾക്കകത്ത് ബന്ധിച്ച് കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലിട്ട് അടച്ചപ്പോ അവര് രക്ഷപ്പെട്ടു. അവരെങ്ങനെ വാസ രക്ഷപ്പെട്ടത്? അവര് രക്ഷപ്പെട്ടത് ആരാധിച്ചപ്പോളാ. ഇന്ന് രാത്രി ഞാൻ പറയാ, ഇത് പാട്ടിന്റെ ഒടുവിൽ 2 കൈയടിച്ച് പരിപാടി അവസാനിപ്പിക്കുന്ന രീതിയല്ല. ആരാധനയിൽ ചില രക്ഷയുടെ വാഗ്ദത്തം ചലിക്കും. എത്രയോ സ്ഥലങ്ങൾക്കകത്ത് പ്രസംഗം കൊണ്ട് നടക്കാത്തത് അവസാനത്തെ വർഷിപ്പിൽ ദൈവം ചെയ്യുന്ന എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാവോ? ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാൻ, കൃപയുള്ള അഭിഷക്തന്മാർ ആത്മാവിൽ ദൈവത്തിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദേശത്തിനകത്തൊരു രക്ഷയുടെ വാഗ്ദത്തം പുറത്തു വരൂ. വിശ്വസിക്കുന്നവർ കരമടിച്ചു കരമുയർത്തിയൊക്കെ ശക്തിയോടെ അന്യഭാഷയിൽ അടുത്തൊരു മിനിറ്റ് ഒന്ന് ആത്മാവിൽ ആരാധിച്ചിട്ട് പറ, ഇതുവരെ കാണാത്തൊരു രക്ഷ ഈ ദേശത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരാ. ഇന്ന് രാത്രി എന്റെ ആരാധനയെ സ്വർഗം ഉപയോഗിക്കും. ഹല്ലേലൂയ. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? സ്വർഗവും ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒറ്റ സംഭവമേ ഉള്ളൂ, അതിന്റെ പേരാണ് ആരാധന. ഐ റിപ്പീറ്റ്, സ്വർഗവും ഭൂമിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒറ്റ സംഭവമേ ഉള്ളൂ, അതിന്റെ പേരാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ പ്രസംഗമുണ്ട്, സ്വർഗത്ത് പ്രസംഗമുണ്ടോ? ഇല്ല. ഇവിടെ സ്വത്രാഴ്ചയുണ്ട്, സ്വർഗത്ത് സ്വത്രാഴ്ചയുണ്ടോ? പേടിക്കണ്ട, ഇല്ല. ഒരു സ്വത്രം പറഞ്ഞേ. ഇവിടെ മീറ്റിംഗ് കഴിയുമ്പോൾ പപ്സും ചായയും ഉണ്ട്, അവിടെ ഉണ്ടോ? പ്രതീക്ഷിക്കണ്ട, അവിടെ കിട്ടുകയില്ല സ്വത്രം. പക്ഷെ ഇവിടെ ആരാധനയുണ്ട്, അവിടെയും ഉണ്ട് ആരാധന. ഇവിടവും അവിടായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഒറ്റ സംഭവമേ ഉള്ളൂ. ഇനി ഒരു ഉപദേശം, ഒരു സുവിശേഷകൻ എന്ന രീതി ഞാൻ എടുത്തു പറയാം. ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത്. ഇവിടെ ആരാധിച്ചപ്പോൾ അവർക്ക് രക്ഷ കിട്ടിയേ. എന്തിനാ പാസ്റ്ററെ ആരാധിക്കേണ്ടത്? പറയാം. ആരാധിക്കേണ്ടത് സൃഷ്ടിയല്ല, ആരാധിക്കേണ്ടത് സൃഷ്ടികർത്താവായ ദൈവത്തെയാ. പാസ്റ്ററെ വാക്യം അറിയാം, വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആകാശത്തിന് കീഴേ
ഭൂമിക്ക് മുകളിൽ യാതൊന്നിന്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയും അരുത്. നമസ്കരിക്കുക എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന വാക്ക് വർഷിപ്പ് എന്നാണ്. വർഷിപ്പ് ചെയ്യരുത്. മലയാളം നമസ്കരിച്ചു, ഇംഗ്ലീഷ് വർഷിപ്പ് ചെയ്തു. ഒരു ഗ്രീക്ക് വാക്ക് പറഞ്ഞോട്ടെ പ്രൊസ്കോനിയോ എന്ന് പറഞ്ഞേ. സൂസു എന്നല്ല, ഉറക്കെ പറഞ്ഞേ പ്രൊസ്കോനിയോ. പ്രൊസ്കോനിക്ക് രണ്ടർത്ഥങ്ങൾ. മക്കളെ, ആ വീഡിയോ എടുക്കുന്ന മോൻ്റെ എപ്പുറത്തിരിക്കുന്ന മോനെ എന്ന് വരാമോ? അവൻ വീഡിയോ എടുക്കുന്ന തിരക്കില്ല. ഓടിവായോ. അപ്പം വീടാ സ്വോത്രം, ഓടിവായോ. പ്രൊസ്കോനിക്ക് രണ്ടർത്ഥങ്ങൾ. ഒന്നാമത്തെ അർത്ഥം കേറി വാള, ചാടിക്കുത്തി കേറി പോയി, എന്തു വേള ഇത്. ഓക്കെ, പ്രൊസ്കോനിക്ക് രണ്ടർത്ഥങ്ങൾ. ഒന്നാമത്തെ അർത്ഥം, ഇവൻ യേശുവാണെന്നിരിക്കട്ടെ, ഞാനാണ് ആരാധിക്കേണ്ടത് ഞാനാ, ഇവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. യേശു. സ്തോത്രം. കട്ട് ചെയ്തെന്ന് യൂട്യൂബിൽ ഇടല്ലേ. സ്തോത്രം. അല്ലേ തന്നെ കൊട്ടാരക്ക് തിരിച്ചു പോകണം. സ്തോത്രം. ഉദാഹരണമാണ്, ഇവൻ യേശു ആണെന്നല്ല, ഉദാഹരണമാണ്. ഇവൻ യേശു, ഞാൻ ആരാധിക്കുന്ന ആള്. പ്രൊസ്കോനിയുടെ ഒന്നാമത്, ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത്. നിങ്ങൾ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ യാതൊന്നിന്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയും വരുത്. ഇനി അത് മതിലെ എഴുതി വെച്ചത് ഏത് കറുപ്പ് പെയിന്റ് കൊണ്ട് മായിച്ചാലും ഇത് മായ്ക്കാനൊന്നും തമ്പുരാൻ ആരെയും അനുവദിച്ചിട്ടില്ല. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. നിൽക്കുക, അതല്ല എന്റെ വിഷയം. ഇത് ആരെ ആരാധിക്കണം, ആരാധിക്കരുത്. അവിടെ ആരാധിക്കുക, നമസ്കരിക്കുക എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന വാക്കാണ് വർഷിപ്പ്. നീ അത് ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല. അപ്പൊ നീ അതിന്റെ തിരക്കിലായി പോയി വീഡിയോ എടുക്കുന്നതിന്. ഓക്കെ, സാരമില്ല. വർഷിപ്പ്. ആ വർഷിപ്പിന് ഗ്രീക്ക് കൊടുത്തേക്കുന്ന വാക്കാണ് പ്രൊസ്കോനിയോ. പ്രൊസ്കോനിയോ എന്ന വാക്കിന് രണ്ടർത്ഥങ്ങൾ. രണ്ടല്ല, ഒത്തിരി അർത്ഥങ്ങളുണ്ട്. രണ്ടർത്ഥങ്ങൾ പറയാം. ഒന്ന്, ഞാൻ ആരാധിക്കാൻ വന്ന ആളല്ലോ, ഇവൻ ആരാധനയ്ക്ക് യോഗ്യനാണല്ലോ, ഞാൻ ഇവന്റെ കൈ പിടിക്കണം, ചുംബിക്കണം, ആരാധിക്കണം. ഒരു സ്വന്തം പറഞ്ഞേ. പ്രൊസ്കോനിയോയുടെ ഒന്നാമത്തെ അർത്ഥം കൈ പിടിക്കുക, ചുംബിക്കുക, ആരാധിക്കുക. കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും കൈ പിടിച്ച് ചുംബിച്ച് ആരാധിക്കുന്ന ആരാധന എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? അബദ്ധം പറ്റി വാസേ. ആർക്ക്? കൊടുക്കുന്നവനും മേടിക്കുന്നവനും. അതെന്താ? അത് മനുഷ്യന് കൊടുക്കേണ്ടതല്ല, അത് കുപ്പായം ധരിച്ചവന് കൊടുക്കേണ്ടതല്ല, അത് ദൈവത്തിന് കൊടുക്കേണ്ടതാ. അച്ഛാ, ദൈവത്തിന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കുന്നവനെ ദൈവത്തിന് അന്നും ഇഷ്ടമല്ല, ഇന്ന് തീരെ ഇഷ്ടമല്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി പഠിച്ചോ. അത് പ്രൊസ്കോനിയുടെ ആരാധന നിങ്ങൾ ചെയ്യുന്നേ. പുള്ളിയെ ബഹുമാനിക്കുന്നു. പുള്ളി ഒരു നല്ല മാന്യനല്ലേ, പുള്ളിയെ ബഹുമാനിക്കും. പുള്ളിയെ കാണുമ്പോൾ കൈ കൊടുത്തോ, അത് മാന്യത. പുള്ളിയെ കാണുമ്പോൾ ഹഗ് ചെയ്തോ, അത് മാന്യത. ഇത് മാത്രം ചെയ്യല്ലേ. അത് പിശാച് നമ്മുടെ അകത്തിട്ട ഒരു റലമാ. അത് മനുഷ്യന് കൊടുക്കേണ്ടതല്ല, അത് ഇന്നു മുതൽ ചെയ്യരുത്, അത് ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. പ്രൊസ്കോനിയുടെ രണ്ടാമത്തെ ആരാധന കാണാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വണ്ടടിക്കും. പ്രൊസ്കോനിയുടെ രണ്ടാമത്തെ ആരാധന, യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തണം. പ്രൊസ്കോനിയോ, മുട്ടുകുത്തുക. തലയുടെ അഗ്രം കൊണ്ടുവന്ന്. പ്രൊസ്കോനിയുടെ രണ്ടാമത്തെ ആരാധന വണ്ടടിക്കും. മുട്ടുകുത്തി തലയുടെ അഗ്രം കൊണ്ടുവന്ന് പാദത്തിൽ കുമ്പിടണം. വളയട്ടെ. സ്പോണ്ടിലോസിസ് ഉണ്ടോ? ഇല്ല. വളയട്ടെ. വളയട്ടെ. പാദത്തിൽ കുമ്പിടണം, ആരാധിക്കണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. കണ്ടിട്ടുണ്ടോ ദൈവാസനെ? മുകളിൽ എഴുന്നേക്കല്ലേ? കണ്ടിട്ടുണ്ടോ? മുട്ടുകുത്തി തലയുടെ അഗ്രം കൊണ്ടൊന്ന് പാദത്തിൽ കുമ്പിട്ടുള്ള ആരാധന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെ? പറയൊന്നും വേണ്ട, കണ്ടിട്ടുണ്ടല്ലോ. അവരത് ചെയ്യുന്നുണ്ട്. എത്ര നേരം? 3 നേരമല്ല, 5 നേരം. കാരണം എൻ്റെ കൂട്ടത്തിൽ ഇന്നും അവരാ ഏറ്റവും കൂടുതൽ. സുഹൃത്ത് വലയങ്ങളിൽ അവരാ. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര കുരുത്തക്കാട് കാണിച്ചാൽ ആ സമയമാകുമ്പോൾ അവരത് ചെയ്തിരിക്കും. പള്ളിയിൽ പോയി അവരത് ചെയ്തിരിക്കും. അബദ്ധം പറ്റി. ആർക്ക്? പറഭാഷ. അവരെ പറയാനല്ല നീങ്ങുന്നേ. നമുക്ക് അബദ്ധം പറ്റി. എന്താ? അവർ 5 നേരം അത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴും കസേര ഇരുന്ന് ടാറ്റ കാണിക്കുക. സ്തോത്രം കർത്താവ്, ഗ്ലോറി ടു ഗോഡ്, മഹത്വം. അതിനർത്ഥം നാളെ എല്ലാം കൂടെ പള്ളി വന്ന് മുട്ടുകുത്തി ഇങ്ങനെ ഇരിക്കണമെന്നുള്ള അർത്ഥമല്ല. ഇത്രയേ ഉള്ളൂ. ശരീരം ഉടച്ച് ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യനെ ആരാധിക്കുമ്പോൾ ഹൃദയം തകർത്ത് ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യനെ ആരാധിക്കുമ്പോൾ ചങ്കുരുകി ആരാധിക്കണം. വിയർക്കാതെ, ശരീരം അനങ്ങാതെ ആരാധനയെ ആരാധിക്കാൻ പറ്റുമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ചുമ്മാതാ. സ്വർഗത്തിലെ ആരാധന കേൾക്കണോ? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപയോഗിച്ച് അവർ ആരാധിക്കുക. ഇന്ന് രാത്രി നിനക്ക് ശബ്ദമുണ്ടെങ്കിൽ നീ ശബ്ദം കൊണ്ട് ആരാധിക്ക്. നിനക്ക് സമയമുണ്ടെങ്കിൽ നീ സമയം കൊണ്ട് ആരാധിക്ക്. നിനക്ക് പണമുണ്ടെങ്കിൽ നീ പണം കൊണ്ട് ആരാധിക്ക്. ഇന്ന് രാത്രി എങ്ങനെല്ലാം നിനക്ക് അവനെ പ്രസാദിപ്പിക്കാവോ അങ്ങനെല്ലാം ഇന്ന് രാത്രി നീ ആരാധിക്കുന്നതിന്റെ പേരാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ പറ, എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും, എന്റെ മനസ്സുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. എനിക്ക് നല്ലൊരു ശരീരം ദൈവം തന്നു, ഇത് കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. വർഷിപ്പ് കരം അടിച്ച് ശക്തിയോടെ. ആ മനുഷ്യൻ ചോദിക്കുക, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തോ വേണം? ഒന്നാമത്തെ രക്ഷ ശരീരം, 2 മനസ്സ്, 3 ആത്മാവിന്റെ രക്ഷ. 16-ാം അധ്യായത്തിൽ 5 രക്ഷകൾ. 1 ലുദിയായുടെ രക്ഷ. ലുദിയ എങ്ങനെ രക്ഷപ്പെട്ടു? അവൾ വചനം കേട്ടപ്പോൾ രക്ഷപ്പെട്ടു. വചനം കേൾക്കുമ്പോൾ രക്ഷപ്പെടും. 2 വെളിച്ചപ്പാടത്തിൽ രക്ഷപ്പെട്ടു. എങ്ങനെ? അഭിഷക്തന്മാരുടെ അധികാരം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അഭിഷേകമുള്ളവർ അധികാരത്തോടെ മുഷിഞ്ഞു നോക്കിയപ്പോ ഒറ്റ ദൂത പറയുന്നേ, ഇവർ രക്ഷാമാതകം
നമ്മളായിരുന്നെങ്കിലോ നമ്മളെടുക്കലാ പറയുന്നത്. ഈ പുറത്ത് ഈ റോഡ് സൈഡ് ഇവിടെ തൊട്ടടുത്തൊരു ടൗൺ ഏതാ പാസ്റ്റേ? കാട്ടാക്കട ടൗണിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സന്ധ്യയിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ടിറങ്ങിയെന്ന് ഒരു വെളിച്ചപ്പാട് നമ്മളിത് പറയാം. ഒരു പ്രത്യേക ദൂത് വെളിപ്പെട്ട് വരുന്നല്ലോ. എന്തോ രക്ഷാവാചകം അറിയിക്കുന്നവരല്ലയോ നമ്മളപ്പോൾ. എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് എങ്ങനെ അടുത്ത മാസം 16-ാം തീയതി ഫ്രീ ആണോ ആൻറ്റി? എന്താ വീട് വരെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാവോ? ദൂത് കറക്റ്റാ, പക്ഷെ സ്പിരിറ്റ് ഏതാണെന്നാ വിവേചിച്ചേ. സ്പിരിറ്റ് നോക്കിയപ്പോൾ പൈശാചികമാ. അഭിഷക്തന്മാർ അധികാരമെടുത്തു അവളെ ഒന്ന് രക്ഷപ്പെടുത്താൻ. അധികാരം മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അധികാരത്തിൽ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദേശത്തിനകത്ത് രണ്ടാമത്തെ രക്ഷ സംഭവിക്കണമെങ്കിൽ അകത്ത് അഭിഷേകമുള്ള അഭിഷക്തന്മാരുടെ അധികാരം പുറത്തെടുത്തേ പറ്റൂ. നമ്മൾ ഇന്ന് രാത്രി മൂലക്കിരുന്ന പറ്റത്തില്ല. നമ്മൾ 10 പ്രസംഗം കൊണ്ട് ജീവിതം നടത്തിയ പറ്റത്തില്ല. അധികാരം എടുക്ക അഭിഷക്തന്മാര്. ഈ ദേശത്ത് ചിലത് രക്ഷപ്പെടാൻ വചനം എടുക്കണം, 2 അധികാരം എടുക്കണം. 3 കാരാഗ്രഹത്തിൽ കിടന്ന അഭിഷക്തന്മാർ രക്ഷപ്പെടാൻ അവർ ആരാധന ഉപയോഗിക്കാൻ തുടങ്ങി. ആരാധന. 4-ാമത്തെ ഈ അധ്യായത്തിന്റെ രക്ഷ സഹതടവുകാരുടെ രക്ഷ. ആരുടെ? സഹതടവുകാരെങ്ങനെ രക്ഷപ്പെട്ടെന്ന് അറിയാമോ? ഒറ്റ കാര്യം, ശ്രദ്ധിച്ചിരുന്നു. എന്തോ ചെയ്തു? അടുത്തിരിക്കുന്ന ആളെ കാരം കൊടുത്തിട്ട് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി രക്ഷപ്പെടുമെന്ന് പറ. ശ്രദ്ധിച്ചിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്ന. അങ്ങനല്ലയോ വാക്യം? അങ്ങനല്ലയോ? അങ്ങനെ അവർ ആരാധിച്ചപ്പോ ശ്രദ്ധിച്ച്, അങ്ങനെ ബൈബിളിലെ വാക്യം. ശ്രദ്ധിച്ചിരുന്നപ്പോ അവരുടെ ചങ്ങലകൾ വഴിയാൻ തുടങ്ങി. ഞാൻ പറയാം, വന്നിരുന്ന് ഉറങ്ങിയ രക്ഷ കിട്ടത്തില്ല. വന്നൊന്ന് ശ്രദ്ധിച്ചിരിക്കാമെങ്കിൽ, ഒന്നും പിടികിട്ടിയില്ലേലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കാമോ, ഒരു രക്ഷ കിട്ടും. വിമർശിക്കാനല്ല, മതപ്രസംഗം നടത്തുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കാനും കട്ട് ചെയ്ത് യൂട്യൂബിൽ കയറ്റാനല്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നീ രക്ഷപ്പെടും. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചയിൽ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഈ കിളിമാനൂരിൽ നിന്നൊരു പയ്യൻ വന്നു. അവൻ്റെ പേര് ഗിരി എന്ന. ഒരൊറ്റ യോഗത്തിലേ അവൻ വന്നോളൂ. ജസ്റ്റ് ഒരു 1.5 മണിക്കൂറത്തെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചാ പോയപ്പോൾ അവൻ്റെ ആത്മഹത്യ ചിന്ത അവൻ പാടെ കളഞ്ഞും പോയത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഒന്നുമില്ല, മാസങ്ങളായി അകത്ത് വാഴുന്നൊരു സ്പിരിറ്റ് 1.5 മണിക്കൂറത്തെ പ്രസംഗം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നപ്പോൾ അവൻ്റെ അകത്ത് ആ പിശാചിന്റെ കെട്ട് തമ്പുരാൻ പൊട്ടിച്ചെങ്കിൽ ശ്രദ്ധ ദേശത്തിനകത്തൊരു രക്ഷയെ കൊണ്ടുവരും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആരെ നീ ശ്രദ്ധിക്കണോ? നീ ശ്രദ്ധിക്കേണ്ടത് ക്രൂശിനെ, അപമാനത്തെ അലക്ഷ്യമാക്കിയ യേശുവിനെ തന്നെ. രാത്രി നീ ശ്രദ്ധിച്ചു നോക്ക്, ഒരു രക്ഷയും രാത്രി ഒഴുകി വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. 5-ാമത്തെ രക്ഷ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. 5-ാമത്തെ രക്ഷ കാരാഗ്രഹ പ്രമാണിയുടെ രക്ഷ. അവൻ ചോദിക്കുന്നു വെളിച്ചം, പിന്നെ ചോദിക്കുന്നു രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണം? എല്ലാ കണ്ണുകളും അടച്ച് ഹൃദയമെല്ലാം തുറന്ന് അടുത്തൊരു 4 മിനിറ്റ് ഒന്ന് സ്തോത്രം ചൊല്ലി, 4-5 മിനിറ്റ് ഒന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ച്, എല്ലാ മനസ്സുകളും തുറന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, എനിക്കൊരു രക്ഷ വേണം. ചോദ്യം ശ്രദ്ധേയമാണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാൻ കഴിയുമോ അത്രത്തോളം സൈലൻ്റ് ആയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇരിക്കാവോ? ഒരു അഭിഷക്തൻ എന്ന രീതിയിൽ ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രസംഗത്തെ പാതി വഴിയിൽ ഞാനിവിടെ നിർത്തിവെച്ചും പോകുമ്പോൾ ഈ സഭയോട്, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ അഭിഷക്തന്മാർ തിരിച്ചു പറഞ്ഞത് പണം കൊടുക്കണമെന്നല്ല, നീ തീർത്ഥാടനം യാത്രകൾ ചെയ്തച്ച് തിരിച്ചു വരാനല്ല, രക്ഷ പ്രാപിപ്പാൻ നീ പള്ളി കയറി ഇറങ്ങണമെന്നല്ല, രക്ഷ പ്രാപിപ്പാൻ എന്തോ വേണം? ഒറ്റ ഉത്തരം, കർത്താവായ യേശുവിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചവൻ രക്ഷപ്പെട്ടു. അടുത്ത വാക്ക് ഇതിനകത്തിരിക്കുന്ന ആരോടുള്ള ദൂതാണ്? അടുത്ത വാക്ക്, അവൻ കുടുംബമടക്കം സ്നാനപ്പെട്ടപ്പോൾ അവൻ്റെ വീടടക്കം ആനന്ദിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി വീടിനകത്തൊരു സ്വസ്ഥത വരും, വീടിനകത്തൊരു സമാധാനം വരും. ഒറ്റ കാര്യം, ഇന്ന് രാത്രി നീ രക്ഷ വരണം. രക്ഷിക്കപ്പെടുമ്പോൾ നിന്റെ സ്നാനത്തിലേക്ക് ഇറങ്ങാൻ കൃപ ദൈവം തരും. ഇത് 2ഉം ചെയ്താൽ നിന്റെ വീടടക്കം ഇന്ന് രാത്രി ആനന്ദിക്കും. എല്ലാ കണ്ണുകളും അടച്ചേ. ഈ രാത്രി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, മക്കളെ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രായമുള്ളവരോടെല്ലാം ഇന്ന് രാത്രിയിൽ ഒരു ദൈവദാസൻ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതുവരെയും എൻ്റെ യേശുവിനെ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വാ കൊണ്ട് ഏറ്റുപറയാനും എനിക്ക് പറ്റിയില്ല. ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിച്ചു പാസ്റ്റർ, പക്ഷേ ഇതുവരെയും പരസ്യ സ്ഥലത്തിനകത്ത് എനിക്ക് വാ കൊണ്ട് എൻ്റെ യേശുവിനെ രക്ഷിതാവായി എനിക്ക് ഏറ്റുപറയാൻ പറ്റിയില്ല. എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർക്കുള്ള ഒരു നല്ല അവസരം ഇന്ന് രാത്രി കർത്താവ് തരികയാണ്. സ്തോത്രം. ഈ രാത്രിയിൽ എനിക്ക് എൻ്റെ യേശുവിനെ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കുക, വായ് കൊണ്ട് അവനെ ഒന്ന് ഏറ്റുപറഞ്ഞാൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇതുവരെയും നിങ്ങൾ ഹൃദയം കൊണ്ട് വാ കൊണ്ട്
യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവരുടെ കരമാണ് ഈ ഉയർത്തിപ്പിടിക്കുന്നത്. നന്നായിട്ട് അങ്ങനെയുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് കരങ്ങൾ അങ്ങനെയുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അവർക്ക് വേണ്ടി ഇന്ന് രാത്രി സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ 5 പേരെ 6 പേരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊന്ന് സ്തോത്രം ചൊല്ലിയേ. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് തരുന്നൊരു മഹാ അവസരമാണ്. നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ, നിങ്ങളുടെ വാ കൊണ്ട് രക്ഷിതാവിനെ ഏറ്റുപറയാൻ നിങ്ങൾക്ക് ദൈവം തരുന്നൊരു മഹൽ സംഭവം, ഭാഗ്യമാണ് ഇന്ന് രാത്രി ഇതിനകത്ത് ആമേൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. കരമെല്ലാം ഉയർത്തിപ്പിടിച്ചവർ നന്നായി സ്വർഗത്തിലേക്കൊന്ന് കരം ഉയർത്തിപ്പിടിച്ച് സ്വർഗം തുറന്ന് ഇന്ന് രാത്രി നിങ്ങളെ കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കരം ഉയർത്തിയവരെ ഇന്ന് രാത്രി ഞാൻ വിശേഷാൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു വിശേഷമായ രക്ഷയുടെ വാഗ്ദത്തം. ജനിച്ച് 18 വയസ്സായി, ജനിച്ച് 24 വർഷമായി, ജനിച്ച് 6 വർഷമായി, ജനിച്ച് 10 വർഷമായി, ജനിച്ച് 30 കൊല്ലമായി, ഇതുവരെയും അവനെ വാ കൊണ്ട് എനിക്ക് ഏറ്റുപറയാൻ പറ്റിയില്ല പാസ്റ്റർ എന്ന് പറയുന്നവർക്കുള്ള മഹൽ സംഭവം, ഭാഗ്യം ഇന്ന് രാത്രി കർത്താവ് തരികയാണ്. ആമേൻ. കരം ഉയർത്തി നിങ്ങൾ പിടിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു. പാസ്റ്റർ, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളാണ്, പക്ഷെ ഇതുവരെയും എനിക്ക് സ്നാനക്കടവിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. യേശുവിൻ്റെ വരവ് താമസമെങ്കിൽ എനിക്ക് പരസ്യമായി യേശുവിനെ ജനത്തിനകത്തൊന്ന് സാക്ഷീകരിച്ചാൽ കൊള്ളാം എന്നെൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അവർക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകും. നന്നായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആൻറ്റിമാരെ, നന്നായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഇവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങൾ ബാപ്റ്റിസം എടുക്കാത്തവരുടെ കരമാണോ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്? സ്നാനപ്പെടാത്തവരുടെ കരമാണോ? എടുത്തിയാണോ ആൻറ്റി? കരം ഉയർത്തിപ്പിടിച്ചോ, നന്നായിട്ട് കരം ഉയർത്തി. പിന്നെ എന്തിനാ ലജ്ജിക്കുന്നത്? നിങ്ങൾ കരം ഉയർത്തിയതല്ലേ, ധൈര്യമായിട്ട് കരം ഉയർത്തിപ്പിടിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി സ്തോത്രം ചൊല്ലി മനസ്സുകൊണ്ട് ആ തീരുമാനമെടുക്കുന്നവരെല്ലാം ഇന്ന് രാത്രി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചവരെല്ലാം സ്വസ്ഥാനങ്ങളൊന്നും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. അഭിഷക്തന്മാരുൾപ്പെടെ ഇന്ന് രാത്രിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ആ കസേരകൾ വിട്ട് ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ളവർ സ്വസ്ഥാനങ്ങളിലൊന്നും എഴുന്നേറ്റ് നിന്നാട്ടെ. ആ കസേരകളെല്ലാം വിട്ട് അങ്ങനെയുള്ളവർ സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ആരെയും ഇന്ന് രാത്രി നിങ്ങൾ നോക്കണ്ട. ഇന്ന് രാത്രി വിശേഷാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങനെ ബാപ്റ്റിസം എടുക്കാൻ തീരുമാനിക്കുന്നവർ കസേരകളെല്ലാം വിട്ട് സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാട്ട്. അഭിഷക്തന്മാരെ, ആമേൻ, സ്തോത്രം. മറ്റെന്തിനേക്കാളും അപ്പുറമാണ് സ്വർഗം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത്. നിങ്ങൾ സേഫ് ആകുകയാണ്. ദൈവദാസന്മാരെ, ഇന്ന് രാത്രി ഞാൻ പറയാം, ഹൈന്ദവ കുടുംബത്തിനകത്ത്, ആചാരാനുഷ്ഠാനത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട, ആമേൻ, സ്തോത്രം, എൻ്റെ കുടുംബത്തിന്റെ രക്ഷ എൻ്റെ മമ്മിയുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി മാറിയത് ഒരു ഒറ്റ രാത്രി എടുത്ത തീരുമാനമാണ്. ആ ഒരു അഭിഷേകം ദൈവം എൻ്റെ ശിരസിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ മക്കളെ. 14-ാമത്തെ വയസ്സിലാണ് എൻ്റെ പ്രസംഗ ജീവിതം ഞാൻ ആരംഭിക്കുന്നത്. 14-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പ്രസംഗ ജീവിതം ആരംഭിച്ചു. കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ പ്രസംഗിക്കുക. ഇന്ന് എനിക്ക് പ്രായം 34 എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വിശേഷമായ അഭിഷേകം കൊച്ചുപ്രായം മുതൽ ദൈവം എൻ്റെ ശിരസിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന ദേശത്തിനകത്ത് അനേകം യൗവനക്കാർ എഴുന്നേറ്റ് വരൂ. എനിക്ക് ഇന്ന് രാത്രി ഉറപ്പാണ് ഒരു മഹാലക്ഷയുടെ വാഗ്ദത്തം ഇന്ന് രാത്രി ചലിക്കും. അപ്പൊ എഴുന്നേറ്റ് നിൽക്കുന്നവരെ കണ്ണ് തുറന്ന് ഇന്ന് രാത്രി നിങ്ങൾ നോക്കിക്കോ. ആമേൻ. ഭൂതം പോകുമ്പോൾ അല്ല സ്വർഗം സന്തോഷിക്കുന്നത്, രോഗി സൗഖ്യമാകുമ്പോൾ അല്ല സ്വർഗം സന്തോഷിക്കുന്നത്. ഈ സഭ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി പ്രാർത്ഥിച്ച് അധ്വാനിച്ചെടുത്ത ആമേൻ യോഗത്തിന്റെ റിസൾട്ട് ഇന്ന് രാത്രി സ്വർഗം തുറന്ന് ജീവപുസ്തകത്തിൽ അനേകം പേരുടെ പേര് ഇന്ന് രാത്രി എഴുതുമ്പോ പിശാചിന്റെ രാജ്യം ഇന്ന് രാത്രി ഉറക്കുകയാണ്. കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നവർ കരമടിച്ച്. നിങ്ങൾ ആ കരമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ ദൈവരാജ്യത്തിലേക്കൊന്ന് വെൽക്കം ചെയ്തേ. ആ കരമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവരെ ദൈവരാജ്യത്തിലേക്കൊന്ന് വെൽക്കം ചെയ്തേ. ഇന്നു മുതൽ ഇവരെ സഭയുടെ അംഗമല്ല, സംഘടനയുടെ അംഗമല്ല, ഇവരുടെ മതത്തിന്റെ അംഗമല്ല, ഇവർ ദൈവരാജ്യത്തിന്റെ അംഗമായി ഇന്ന് രാത്രി മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ രാത്രി ഞാനത് പ്രഖ്യാപിക്കുന്നു. ദൈവം അത് ചെയ്വവിനായി. മറ്റുള്ളവരെല്ലാം ഇവരുടെ കൂടെ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നേ. മറ്റുള്ളവരെല്ലാവരുടെ കൂടെ ഒരുമിച്ച് എഴുന്നേറ്റുന്നത് രോഗികൾക്ക് വേണ്ടി വിശേഷാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ലാസ്റ്റ് 2 minutes പ്രയർ, 2 മിനിറ്റിന്റെ പ്രാർത്ഥന. സ്തോത്രം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. രോഗികൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവദാസനെ, ഞാനിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഒത്തിരി വിഷയങ്ങൾ എനിക്ക് തുറന്ന് മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ കർത്താവിനോട് എടുത്തു പറയാൻ പറഞ്ഞൊരു വിഷയമാണ് സ്റ്റോണുമായി ബന്ധപ്പെട്ടുള്ള. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് വിമർശനം ഉണ്ടാകരുത്. സ്റ്റോണൊക്കെ ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത ആരാവാസയുള്ളത്. പക്ഷേ എന്തോ ഞാൻ ഇവിടെ വന്നിരുന്നത് കർത്താവിന്റെ ദാസന്മാർ ഞാൻ വന്നപ്പോൾ ഇവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയം എന്നോട് പറഞ്ഞു, അവസാനം എത്ര ടൈം പോകുന്നെങ്കിലും ഈ വിഷയത്തെ ഒന്ന് വെട്ടിച്ചു വേണം പോകാൻ. സ്റ്റോണുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഭാരത്തോടെ ഇരിക്കുന്ന ചില രോഗത്തിന്റെ സിംറ്റം ഇന്ന് രാത്രി യോഗം ആമീൻ പറയുന്നതിനേക്കാൾ മുമ്പ് എന്റെ ദൈവം അടിവേരി പറിച്ച് ദൂരെ കളയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മേൽ ഒരു ഭയങ്കര സൗഖ്യം ഇന്ന് രാത്രി സംഭവിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് ദൂത് കൈമാറ്റം ചെയ്യാൻ പറയുന്നു. വേഗത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. രണ്ടാമത്തെ ഒരു മേഖല, ദൈവദാസനെ, ആ രോഗത്തിന്റെ പേര് എനിക്കറിയത്തില്ല, മെഡിക്കൽ ടേം ഒന്നും എനിക്കറിയത്തില്ല. ഇവിടെ നിൽക്കുമ്പോൾ ലൈവായിട്ട് ദൈവം എന്നോട് പറയാൻ പറയുന്നു,
ശരീരത്തിന്റെ വെയിൻസുമായി ബന്ധപ്പെട്ട്, ഞരമ്പുകളുമായി ബന്ധപ്പെട്ട്, എസ്പെഷ്യലി ശരീരത്തിന്റെ വെയിൻസുകൾ ഞരമ്പുമായി ബന്ധപ്പെട്ട് എന്തോ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അകത്തേക്ക് വലിച്ചെടുക്കുന്നത് പോലെ അത് നടക്കുമ്പോൾ ഭയങ്കര ഇറിട്രേഷൻ ഉണ്ടാക്കും. അത് ഇരിക്കുമ്പോൾ നിശ്ചിത സമയങ്ങളിൽ ഇരിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ ശരീരത്തിന്റെ വെയിൻസുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി ഈ കണ്ണൊക്കെ ഭയങ്കരമായി കയറി ചുമക്കുക. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ വാക്കൊക്കെ എന്റെ നാവിനകത്ത് ലൈവായിട്ട് ദൈവം തരുന്നു. കണ്ണൊക്കെ അങ്ങ് ചുമക്കുക, കണ്ണ് ചുമക്കുക, എന്നിട്ട് കണ്ണിനകത്ത് അങ്ങ് വെള്ളം നിറയുക, പിന്നെ ഹെഡേക്ക് പോലെ വരിക. അവിടുത്തെ വെയിൻസുമായി ബന്ധപ്പെട്ടല്ല ഈ ഇറിട്രേഷൻ ഉണ്ടാക്കുന്ന ചില അസ്വസ്ഥതയുടെ കുരുക്ക് ഇന്ന് രാത്രി എന്റെ സ്വർഗത്തിലെ ദൈവം അടിച്ചു ദൂരെ കളയോ. ആത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറ്റം ചെയ്യുക. വിശ്വസിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അഭിഷക്തരെ, ഒരു ക്ലൈമറ്റിനകത്ത് ചേഞ്ച് ഉണ്ടാകുമ്പോൾ, കാലാവസ്ഥക്കകത്ത് ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ഇവിടെ നിൽക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, കാലാവസ്ഥക്കകത്ത് ചേഞ്ച് ഉണ്ടാകുമ്പോൾ, എസ്പെഷ്യലി തണുപ്പ് കൂടുമ്പോൾ കാതിനകത്ത് എന്തോ ഇങ്ങനെ ഊതിക്കെട്ടിയിരിക്കുന്നത് പോലെ ഭയങ്കര ഇറിട്രേഷൻ ആണ് പാസ്റ്റർ. അത് ചെവിയുടെ വേദനയാണോ എന്ന് പോലും അറിയത്തില്ല. കാതിനകത്ത് രണ്ടും ഇങ്ങനെ ഊതി വെച്ച് അടച്ചിരിക്കുന്നത് പോലെയുള്ള ഇറിട്രേഷൻ, അത് ക്ലൈമറ്റിനകത്ത് ചേഞ്ച് ഉണ്ടാകുമ്പോൾ വരുന്ന ചില ഇറിട്രേഷനുകൾ. ഈ ഒരു സ്വാധീനത്തെ ഇന്ന് രാത്രി സ്വർഗം സൗഖ്യമാക്കും. ഈ 3 മേഖലകൾ ഇന്ന് രാത്രി വെട്ടുവാൻ കർത്താവ് എനിക്ക് നിയോഗം നൽകുന്ന റിപ്പീറ്റ്. 1 സ്റ്റോണുമായി ബന്ധപ്പെട്ട്, 2 വെയിൻസുമായി ബന്ധപ്പെട്ട്, 3 കാതിനകത്ത് കേൾവി ശക്തിയൊന്നുമല്ല, പക്ഷെ കാതിനകത്ത് ഊതിയിട്ട് അടച്ചിരിക്കുന്നത് പോലെ ഇടയ്ക്ക് മാത്രം ഉണ്ടാകുന്ന ചില ഇറിട്രേഷന്റെ കുരുക്ക് ഇന്ന് രാത്രി സ്വർഗം അടിച്ചു ദൂരെ കളയും. വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് രാത്രി സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചോ. ഒരു അസാധാരണമായ സൗഖ്യം. നമ്മൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവാണ്. കാതിന്റെ ഇത് എസ്പെഷ്യലി റൈറ്റ് കാത് രണ്ടും ഇറിട്രേഷൻ ഉള്ളവരുണ്ട്. പക്ഷേ ഈ വലത് കാതിനോട് മാത്രം ബന്ധപ്പെട്ടുള്ള ഫൈറ്റിങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചില പോരുകൾ, പോരാട്ടങ്ങൾ, പോർബന്ധനങ്ങൾ, അതെല്ലാം ഇന്ന് രാത്രി സ്വർഗം അടിക്കും. ലോർഡ് ദ ഹോളി സ്പിരിറ്റ്. വെയിൻസ് എന്നുള്ള പദം കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ദൈവം എന്നോട് പറയാൻ പറയുന്നു. കാലുപ്പുറ്റിയുടെ വെയിൻസ് മുതൽ, അടിപ്പാദത്തിന്റെ വെയിൻസ് മുതൽ ഉണ്ടാകുന്ന ചില ഇറിട്രേഷനുകൾ, ആ കുരുക്കിനെ പ്രത്യേകം ഇന്ന് രാത്രി കർത്താവത്തോട് പ്രാർത്ഥിച്ചോ. ഞാൻ ഈ പറഞ്ഞ ഇറിട്രേഷൻ ഉള്ളവർ, ഈ അസ്വസ്ഥകൾ, എല്ലാവരും താത്തിട്ടാട്ടെ, എല്ലാ കരങ്ങളും താത്തിട്ടാട്ടെ. ഞാൻ ഈ പറഞ്ഞ ഇറിട്രേഷൻ ഉള്ളവർ മാത്രം ആ കരം ഒന്ന് ഉയർത്തി കാണിച്ചാട്ടെ. ഞാൻ ഈ പറഞ്ഞ രോഗം, ഈ സിംറ്റവുമായി ബന്ധപ്പെട്ടവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ. ഇങ്ങനെയുള്ളവരുടെ കരങ്ങളാണ് ഈ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. നന്നായിട്ട് കരങ്ങൾ ഉയർത്തി പിടിച്ച് ഇന്ന് രാത്രിയിൽ ഇവർക്ക് വേണ്ടി വിശേഷാൽ അഭിഷക്തന്മാരെ കരം ഉയർത്തി ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചേ. വെളിച്ചപ്പാടത്തിൽ രക്ഷപ്പെട്ടത് അധികാരം കൊണ്ടാണ്. വെളിച്ചപ്പാടത്തിൽ രക്ഷപ്പെട്ടത് അധികാരം കൊണ്ടാണ്. വെളിച്ചപ്പാടത്തിൽ രക്ഷപ്പെട്ടത് അധികാരം കൊണ്ടാണ്. അഭിഷക്തന്മാരായി ഞങ്ങൾ ചോർന്ന് ഇന്ന് രാത്രി കരത്തോട് ചോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോ ഒരു പ്രത്യേക രക്ഷയുടെ വാഗ്ദത്തം ഇന്ന് രാത്രി ഇവരുടെ ശരീരത്തിനകത്ത് യേശു എന്ന രക്ഷിതാവ് ഈ രാത്രി മുതൽ ഇനി വിഷയം പ്രാർത്ഥിക്കേണ്ടി വരാത്ത രീതിയിൽ ഒരു ഭയങ്കര സൗഖ്യം ഇതുവരെ പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷയുടെ വാഗ്ദത്തം ഇന്ന് രാത്രി ചലിക്കുകയാണ്. രക്ഷയുടെ വാഗ്ദത്തം ഇന്ന് രാത്രി ചലിക്കുകയാണ്.